ഗുഡ് മോർണിംഗ് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പുതിയൊരു ദിവസത്തിലേക്ക് രാവിലെയുടെ പുതിയൊരു ലക്കത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഫെബ്രുവരി 14 ലോക പ്രണയ ദിനം. ഈ പ്രണയ ദിനത്തിൽ എല്ലാവരും സ്നേഹം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറാനും അടുത്ത സുഹൃത്തുക്കൾ തമ്മിലായാൽ പോലും ആ സ്നേഹം കൈമാറാനൊക്കെയുള്ള ദിവസമാണ്. അങ്ങനെ രണ്ട് സുഹൃത്തുക്കൾ അവരുടെ സൗഹൃദത്തിൻ്റെ വലിയ പ്രഖ്യാപനങ്ങൾ കൂടി നടത്തുന്ന ദിവസം ആണ് ഇന്ന്. ആ പ്രഖ്യാപനത്തിന് ശേഷമാണ് നമ്മൾ തമ്മിൽ കാണുന്നത്. അത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമാണ്. പക്ഷേ സൗഹൃദം വേറെ, ബിസിനസ് വേറെ എന്നതാണ് നയതന്ത്രത്തിലെ തന്ത്രം. അപ്പോൾ അവരുടെ നിർണായകമായ കൂടിക്കാഴ്ച കഴിഞ്ഞതിൻ്റെ വിവരങ്ങളൊക്കെ വരുന്നുണ്ട്. അതൊക്കെ നമുക്ക് വിശദമായി പരിശോധിക്കാം. നാട്ടിൽ എന്തുണ്ട് എന്ന് അറിയുന്നതിന് മുൻപ് നമ്മൾ ആദ്യം പോകുന്നത് ഈ പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. സുപ്രധാന പ്രഖ്യാപനങ്ങളുമായി വൈറ്റ് ഹൗസിൽ ഡൊണാൾഡ് ട്രംപ് നരേന്ദ്രമോദി കൂടിക്കാഴ്ച പൂർത്തിയായിരിക്കുന്നു. മോദി അടുത്ത സുഹൃത്താണെന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ഇന്ത്യ അമേരിക്ക ബന്ധം ശക്തിപ്പെടുത്തുമെന്ന് പറഞ്ഞ ട്രംപ് നികുതി തീരുമാനങ്ങളിൽ പക്ഷേ ഇളവ് നൽകിയില്ല. ഇന്ത്യക്ക് F-35 യുദ്ധവിമാനങ്ങൾ നൽകുമെന്നും മുംബൈ ഭീകരാക്രമണ സൂത്രധാരൻ തഹാവൂർ റാണയെ ഇന്ത്യക്ക് കൈമാറുമെന്നും ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. രഞ്ജിത്ത് രാമചന്ദ്രൻ ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി. രഞ്ജിത്ത്, ലോകം തന്നെ വളരെ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന ഒരു കൂടിക്കാഴ്ചയാണ് ഇപ്പോൾ പൂർത്തിയായിട്ടുള്ളത്. രണ്ടാം ടേമിൽ ഡൊണാൾഡ് ട്രംപിനെ സന്ദർശിക്കുന്ന 4ാമത്തെ ലോക നേതാവാണ് നരേന്ദ്രമോദി. അപ്പോൾ ആ കൂടിക്കാഴ്ച കഴിയുമ്പോൾ എന്താവും എന്ന് ആകാംക്ഷയോടെ ഉറ്റുനോക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ രണ്ടാം ടേമിൽ ഡൊണാൾഡ് ട്രംപ് എടുക്കുന്ന സുപ്രധാന തീരുമാനങ്ങളാണ്. ഈ കൂടിക്കാഴ്ചയ്ക്ക് തൊട്ട് മുൻപ് പോലും റെസിപ്രോക്കൽ ടാരിഫ് ഏർപ്പെടുത്തുമെന്ന് പറഞ്ഞുകൊണ്ടാണ് കൂടിക്കാഴ്ചയിലേക്ക് പോയത്. അതായത് സൗഹൃദത്തിന് ഒരു കുറവുമില്ല, പക്ഷേ അമേരിക്ക ഫസ്റ്റ്. അത് തന്നെയല്ലേ ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മനസ്സിലാവുന്നത്? തീർച്ചയായും മോദി ട്രംപ് കൂടിക്കാഴ്ച ശ്രീജ പറഞ്ഞതുപോലെ ലോകം മുഴുവൻ ഉറ്റുനോക്കിയിരുന്ന ഒരു കൂടിക്കാഴ്ചയാണ്. പ്രത്യേകിച്ചും മോദിയെ രണ്ടാം ടേമിൽ ആദ്യമായി സന്ദർശിക്കുന്ന ആദ്യ ഏഷ്യൻ നേതാവ് എന്ന പ്രത്യേകത കൂടി മോദിക്കുണ്ട് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണത്. ആ കൂടിക്കാഴ്ചയിൽ വ്യാപാര ബന്ധങ്ങൾ സംബന്ധിച്ച്, റെസിപ്രോക്കൽ ടാക്സ് സംബന്ധിച്ച് എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാകുമോ എന്ന കാര്യമൊക്കെയാണ് ലോകം ഉറ്റുനോക്കിയിരുന്നത്. കാരണം അധികാരത്തിലെത്തിയ ആ സമയം മുതൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങൾ ട്രംപിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതായത് ട്രംപ് ഇന്ന് പറഞ്ഞ ഒരു പ്രസ്താവന ഏറെ ശ്രദ്ധേയമാണ്. സഖ്യരാജ്യങ്ങൾ ഈ നികുതി കാര്യത്തിൽ ശത്രു രാജ്യങ്ങളെക്കാൾ മോശമാണ് എന്ന് പറഞ്ഞുള്ള ഒരു പ്രധാനപ്പെട്ട പ്രസ്താവന അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയാണ്. റെസിപ്രോക്കൽ നികുതിയുടെ കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന അസന്നിഗ്ധമായി നരേന്ദ്രമോദിയോട് ട്രംപ് വ്യക്തമാക്കുകയുണ്ടായി. അത് സുപ്രധാനമായ ഒന്നാണ്. എന്തെങ്കിലും ഒരു മാറ്റം ഇക്കാര്യത്തിൽ നികുതിയുമായി ബന്ധപ്പെട്ട, തീരുവയുമായി ബന്ധപ്പെട്ടൊക്കെ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ എന്നുള്ളതാണ്. പക്ഷേ അതിലൊരു വിട്ടുവീഴ്ചയ്ക്കും ട്രംപ് തയ്യാറാകുന്നില്ല എന്നുള്ളത് ഏറെ നിർണായകമായ ഒരു കാര്യമാണ്. അത് ട്രംപിൻ്റെ നിലപാട് എന്തായിരുന്നോ അതിൽ തന്നെ അദ്ദേഹം ഉറച്ചു നിൽക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ കാര്യം. മറ്റൊന്ന് വ്യാപാര ബന്ധങ്ങൾ സംബന്ധിച്ചാണ്. അതിൽ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാകും എന്ന് ട്രംപും മോദിയും ഒരുമിച്ച് പ്രഖ്യാപിക്കുന്ന പശ്ചാത്തലം ഉണ്ടാകുന്നു. ട്രംപ് പറഞ്ഞത് മോദി തൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. വർഷങ്ങളായി, കഴിഞ്ഞ 4 വർഷമായി, താൻ അധികാരത്തിലുള്ള സമയത്തും കഴിഞ്ഞ 4 വർഷമായി അതേ സൗഹൃദം നിലനിർത്താൻ തങ്ങൾക്കാകുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പുതിയ ആയുധങ്ങൾ ഇന്ത്യക്ക് നൽകും എന്ന് ട്രംപ് പ്രഖ്യാപിക്കുന്ന പശ്ചാത്തലം കൂടി ഇതിനോട് ചേർത്ത് വായിക്കണം. കൂടാതെ വ്യാപാരത്തിൻ്റെ ഇതുവരെയുള്ള മേഖലകളെല്ലാം അതേതാണ്ട് ഇരട്ടിയാക്കുന്ന തരത്തിലുള്ള വ്യാപാര ബന്ധങ്ങളിലുള്ള മാറ്റം ഉണ്ടാകും എന്നുള്ള സുപ്രധാനമായ പ്രഖ്യാപനം ട്രംപ് മോദി കൂടിക്കാഴ്ചയിൽ ഉണ്ടായി എന്നുള്ളതും ശ്രദ്ധേയമാണ്. മറ്റൊന്ന് തഹാവൂർ റാണ. നമുക്കറിയാം, 2 ആഴ്ച മുൻപ് തഹാവൂർ റാണയുടെ അപ്പീൽ അമേരിക്കൻ സുപ്രീം കോടതി തള്ളിയിരുന്നു. തഹാവൂർ റാണയെ ഇന്ത്യക്ക് കൈമാറണം എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതനുസരിച്ച് കോടതിയുടെ വിധി പ്രകാരം ഇന്ത്യക്ക് മുംബൈ സ്ഫോടനത്തിന് സൂത്രധാരനായ തഹാവൂർ റാണയെ കൈമാറാനുള്ള തീരുമാനം വളരെ സുപ്രധാനമാണ്. അത് ഈ കൂടിക്കാഴ്ചയിൽ സ്വീകരിച്ചു എന്നുള്ളതും നിർണായകമാണ്. ഇന്ത്യ അമേരിക്കയുടെ ഏറ്റവും അടുത്ത രാജ്യമാണ് എന്ന് പറയുമ്പോഴും നികുതി പോലെയുള്ള കാര്യങ്ങളിലുള്ള നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഇതുവരെ ട്രംപ് സ്വീകരിച്ചു വന്ന നയങ്ങളിലുള്ള യാതൊരു തരത്തിലുള്ള വ്യത്യാസവും ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ളത് നിർണായകമാണ്. പക്ഷേ അപ്പോഴും ഈ അനധികൃത കുടിയേറ്റവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ മോദി ട്രംപിനോട് സംസാരിച്ചു എന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. അതിൽ അനധികൃത കുടിയേറ്റക്കാരെ പുറത്താക്കാനുള്ള അമേരിക്കൻ തീരുമാനത്തെ സ്വാഗതം ചെയ്യുകയാണ് ഇന്ത്യ ചെയ്തത് എന്നുള്ളതാണ്. അനധികൃത കുടിയേറ്റം തടയാനുള്ള അമേരിക്കയുടെ എല്ലാ ശ്രമങ്ങൾക്കും ഇന്ത്യയുടെ പിന്തുണ ഉണ്ടാകും എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം മോദിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു. അത് ട്രംപിനെ അറിയിക്കുകയും ചെയ്യുന്നു. ഒപ്പം ഇന്ത്യക്കാരെ, അനധികൃതമായി അമേരിക്കയിൽ കുടിയേറിയിരിക്കുന്ന ഇന്ത്യക്കാരെ തിരിച്ചെത്തിക്കാനുള്ള നീക്കങ്ങൾ ഇന്ത്യ ശക്തമാക്കും. അതിന് ഇന്ത്യയോടൊപ്പം അമേരിക്കയ്ക്കൊപ്പം
സഹകരിക്കും എന്നും വ്യക്തമാക്കുന്ന ഒരു പശ്ചാത്തലം അത് വളരെ പ്രധാനമാണ്. കാരണം നമുക്കറിയാം വിലങ്ങൊക്കെ അണിയിച്ച് ഇന്ത്യക്കാരായ അനധികൃത കുടിയേറ്റക്കാരെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന ഒരു പശ്ചാത്തലമൊക്കെ ലോകരാജ്യങ്ങളിൽ ഏറെ ആകാംക്ഷയോടെയാണ് കണ്ടത്. ഒപ്പം ഇന്ത്യയിൽ ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധമൊക്കെ വലിയ തോതിലുണ്ടായിരുന്നു. ഈ വിഷയം മോദി ഉന്നയിക്കുമോ എന്ന കാര്യം പ്രധാനമായിരുന്നു. പക്ഷേ മോദിയും ഒപ്പം മോദിയുടെ പാർട്ടിയായ BJPയും ഒക്കെ സ്വീകരിച്ചിരുന്ന ഒരു നയമുണ്ട്. അത് അനധികൃതമായി കുടിയേറുന്നവരേക്ക് ആ തരത്തിലുള്ള ശിക്ഷണം നൽകണം എന്നുള്ളതാണ്. ഇന്ത്യയും ഇതനുസരിച്ചുള്ള ചില നീക്കങ്ങൾ നടത്തിയിരുന്നു. ഇന്ത്യയിലേക്കും അനധികൃതമായി കുടിയേറുന്നവരെ പുറത്താക്കുമെന്ന പ്രഖ്യാപനം നടത്തിയിരുന്നു. അപ്പോൾ അനധികൃത കുടിയേറ്റത്തോട് വിട്ടുവീഴ്ചയില്ല എന്ന സന്ദേശം മോദിയും ഈ കൂടിക്കാഴ്ചയിൽ നൽകി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ വിലങ്ങണിയിച്ച വിഷയത്തിലൊക്കെ എന്ത് പരാമർശമുണ്ടായി എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. മറ്റൊന്ന് ഇലോൺ മസ്കുമായി നമുക്കറിയാം 5 വർഷം മുമ്പ് മോദി മസ്കിനെ കാണുകയും ടെസ്ല കാറുകൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്ന കാര്യത്തിലൊക്കെ മസ്ക് ചില ആഗ്രഹങ്ങൾ പ്രകടിപ്പിക്കുകയും മറ്റും ചെയ്തിരുന്നു. ഒപ്പം മസ്കിൻ്റെ സ്പേസ് കമ്പനിയുമായി സഹകരിക്കാനുള്ള ആഗ്രഹമൊക്കെ ഇന്ത്യ പ്രകടിപ്പിച്ച പശ്ചാത്തലമൊക്കെ ഉണ്ടായിരുന്നു. ഇലോൺ മസ്കുമായുള്ള കൂടിക്കാഴ്ചയും ഏറെ നിർണായകമായി. ട്രംപിനെ കാണുന്നതിന് മുൻപാണ് ഇലോൺ മസ്കിനെ നരേന്ദ്രമോദി കണ്ടത്. സുരക്ഷാ ഉപദേഷ്ടാക്കളടക്കം അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. വാഷിംഗ്ടൺ ബ്ലെയർ ഹൗസിൽ വെച്ചാണ് ഇലോൺ മസ്കുമായി കൂടിക്കാഴ്ച നടത്തിയത്. US ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്കൽ വോൾസ്, ഇന്റലിജൻസ് മേധാവി തൽസി ഗബാർഡ്, വ്യവസായി വിവേക് രാമസ്വാമി ഇവരൊക്കെ രാമസ്വാമിയൊക്കെ ട്രംപിന്റെ മന്ത്രിസഭയിലുള്ള ട്രംപുമായി ഏറെ അടുപ്പം പുലർത്തുന്ന നേതാവാണ്. ഇവരൊക്കെ ഈ കൂടിക്കാഴ്ചയുടെ ഭാഗമായി എന്നുള്ളതാണ്. സ്റ്റാർലിങ്കുമായി സഹകരിക്കുന്ന കാര്യത്തിലും മറ്റും ചില നിർണായക തീരുമാനങ്ങൾ ഉണ്ടായി എന്നാണ് സൂചന. അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളൊക്കെ പുറത്തുവരായിരിക്കുന്നതേ ഉള്ളൂ. ഇതിനകം ഈ പലവിധ കാര്യങ്ങളിൽ നിർണായകമായ ചില തീരുമാനങ്ങൾ ഉണ്ടായി എന്നുള്ളത് പ്രധാനമാണ്. മറ്റൊന്ന് 2030 ആകുമ്പോഴേക്കും ഇന്ത്യ US വ്യാപാരം നമുക്കറിയാം ഇപ്പോൾ $250 ബില്യൺ ഇന്ത്യയും US തമ്മിലുള്ള വ്യാപാരം. അത് 500 ബില്യൺ ആക്കും എന്നുള്ള അതിനുള്ള നടപടികൾ ആരംഭിച്ചതായി നരേന്ദ്രമോദി പ്രഖ്യാപിക്കുന്ന ഒരു പശ്ചാത്തലം കൂടി ഉണ്ടായിരുന്നു. ഒപ്പം US-ഉം ഇന്ത്യയും സംയുക്തമായി ഭീകരവാദത്തെ നേരിടും എന്ന് പറയുന്നു. ബോസ്റ്റണിൽ ഇന്ത്യ ഒരു പുതിയ കോൺസുലേറ്റ് ആരംഭിക്കാനുള്ള തീരുമാനമായിട്ടുണ്ട്. അങ്ങനെ എല്ലാ മേഖലകളെയും സമഗ്രമായി പ്രതിപാദിക്കുന്ന അല്ലെങ്കിൽ എല്ലാ മേഖലകളെയും സഹകരിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു സുപ്രധാനമായ നിർണായകമായ കൂടിക്കാഴ്ച തന്നെയാണ് വൈറ്റ് ഹൗസിൽ നടന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ അതിൽ നികുതി തീരുമാനങ്ങളിൽ പഴയ കാര്യങ്ങളിൽ നിന്ന് ട്രംപ് ഒട്ടും പുറകോട്ടില്ല എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്. അതാണ് ഏറ്റവും നിർണായകമായ കാര്യം. ശ്രീജ, നമുക്ക് ഇനിയും ഇതിൻ്റെ വിശദാംശങ്ങളടക്കം പലതും പുറത്തേക്ക് വരാനുണ്ട്. നമ്മുടെ അല്പസമയത്തിനകം തന്നെ നമ്മുടെ അമേരിക്കൻ പ്രതിനിധി ശ്രീ സജിമോൻ ആന്റണി ചേരുകയും വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പങ്കുവെക്കുകയും മറ്റും ചെയ്യും. ഇതൊക്കെയാണ് ഏറ്റവും പ്രധാനമായി ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. ഏതായാലും കൂടിക്കാഴ്ച ഏറെ നിർണായകമായിരുന്നു, ഏറെ സന്തോഷകരമായിരുന്നു എന്ന് തന്നെയാണ് ഇരുവരുടെയും വാക്കുകൾ വ്യക്തമാക്കുന്നത്. ശ്രീജ, രഞ്ജിത്ത്, ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ സൗഹൃദം ആഘോഷിക്കുന്ന ദിവസമാണിന്ന്. ആ ദിവസത്തിൽ ഇവരുടെ സൗഹൃദം അത് മോദിയെ ഹോസ്റ്റ് ചെയ്യുന്നതിൽ വലിയ സന്തോഷമുണ്ട്, അഭിമാനമുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ്. ആ സൗഹൃദം ഈ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ആദ്യത്തെ ടേമിൽ ട്രംപ് വന്നപ്പോൾ തൊട്ട് കുറച്ച് കൗതുകമുള്ളൊരു സൗഹൃദമാണ്. മൈ ഫ്രണ്ട് എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന ആളുകളാണ്. അപ്പോൾ ഇതിനപ്പുറത്തേക്ക് മോദിയുടെ ഈ വിസിറ്റ് അത് എത്രത്തോളം ആ തരത്തിൽ ആഘോഷിക്കപ്പെടുന്നുണ്ട്? ശ്രീജ, നമുക്കറിയാം ഈ മോദി ആദ്യം പ്രസിഡന്റായ സമയം മുതൽ തന്നെ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി വലിയ ഊഷ്മളമായ സൗഹൃദം അദ്ദേഹം പുലർത്താനുള്ള കാര്യങ്ങൾ നടത്തിയിരുന്നു. ഇന്ത്യയിൽ വന്നപ്പോഴും മോദി അമേരിക്കയിലെത്തിയപ്പോഴും ഒക്കെ ഇരു നേതാക്കൾക്കും ലഭിച്ച സ്വീകരണവും അവരുടെ പരസ്പര സൗഹാർദ്ദത്തിനുള്ള പലതരത്തിലുള്ള ആലിംഗനവും സാധാരണ ലോകരാജ്യങ്ങളിലെ വലിയ നേതാക്കൾ തമ്മിലില്ലാത്ത തരത്തിലുള്ള പലതരത്തിലുള്ള പ്രകടനങ്ങളും ഒക്കെ നമ്മൾ കണ്ടതാണ്. അത് വളരെ പ്രധാനമാണ്. അതേ സൗഹൃദം ഇപ്പോഴും നിലനിർത്തുന്നുണ്ട് എന്ന് അസന്നിഗ്ധമായി ട്രംപ് വ്യക്തമാക്കുന്ന പശ്ചാത്തലം കൂടി ഇതിലൂടെ ചേർത്ത് വായിക്കണം. കഴിഞ്ഞ 4 വർഷമായി തനിക്ക് അധികാരമില്ലാതിരുന്നിട്ടും താൻ ഏറ്റവും അധികം ബന്ധം പുലർത്തിയിരുന്ന, താൻ ഏറ്റവും അധികം സ്നേഹം നിലനിർത്തിയിരുന്ന ലോക നേതാക്കന്മാരിൽ ഒരാളാണ് നരേന്ദ്രമോദി എന്ന് ട്രംപ് പറഞ്ഞു വെക്കുകയാണ്. അത് നമ്മുടെ പല കാര്യങ്ങളിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇപ്പോൾ നമുക്കറിയാം റഷ്യ യുക്രൈൻ വിഷയത്തിലൊക്കെ അമേരിക്കയുടെ നിലപാടല്ല. കഴിഞ്ഞ ദിവസം ഫ്രാൻസിൽ ചെന്നപ്പോൾ ഈ കാലാവസ്ഥാ കരാറുമായൊക്കെ ബന്ധപ്പെട്ട മോദിയുടെ കാര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ നിലപാടുകൾ ഇന്ത്യ സ്വീകരിച്ചു. ഫ്രാൻസും ഇന്ത്യയുമായി ചേർന്ന് സ്വീകരിക്കുകയും ചെയ്തു. അതൊക്കെ ഓരോ രാജ്യങ്ങളുടെ തങ്ങളുടെ പരമാധികാരം നിലനിർത്തുന്നതിൻ്റെ ഭാഗമായി തന്നെ കാണണം എന്നുള്ള അഭിപ്രായമുള്ള 2 നേതാക്കളാണ് നരേന്ദ്രമോദിയും ട്രംപും എന്ന കാര്യത്തിൽ വ്യത്യാസമില്ല. ഇവിടെയാണ് നമ്മൾ പ്രധാനമായും US-ന് ഇറക്കുമതി തീരുവ ചുമത്തുന്ന രാജ്യങ്ങൾക്ക് പരസ്പര നികുതി, അതായത് US-നോട് റെസിപ്രോക്കൽ താരിഫിലും മറ്റും പരസ്പര നികുതിയിലും മറ്റും എന്ത് നിലപാട് സഖ്യരാജ്യങ്ങൾ സ്വീകരിക്കുന്നു അതേ നിലപാട് താനും തിരിച്ച് ട്രംപും അല്ലെങ്കിൽ അമേരിക്കയും തിരിച്ച് അതേ രാജ്യങ്ങളോട് ചെയ്യും എന്ന് പറയുമ്പോഴും അതിലും
ഇന്ത്യക്ക് ഒരു ഇളവും നൽകാൻ ട്രംപ് തയ്യാറാകുന്നില്ല. അതുതന്നെയാണ് ഈ രണ്ട് നേതാക്കന്മാരുടെയും പ്രത്യേകത. ഇപ്പോൾ ഈ അനധികൃത കുടിയേറ്റവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം ഇന്ത്യയുടെ നിലപാട്, അമേരിക്കയുടെ നിലപാട് തന്നെ ഇന്ത്യ പിന്തുടരുമ്പോഴും തങ്ങളുടെ പൗരന്മാരെ അടക്കം വിലങ്ങുവെച്ച് നാട്ടിലേക്ക് കൊണ്ടുവന്ന കാര്യത്തിലും മറ്റും മോദി ഏത് തരത്തിലുള്ള ചോദ്യങ്ങൾ ട്രംപിനോട് ഉന്നയിച്ചു എന്ന കാര്യം കൂടി നമ്മൾ ശ്രദ്ധേയമായി ചിന്തിക്കേണ്ടതുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ കുടിയേറ്റവുമായി ബന്ധപ്പെട്ട് അമേരിക്കയെ സഹായിക്കും അനധികൃത കുടിയേറ്റം. നമുക്ക് അമേരിക്കയിൽ നിന്ന് നമ്മളോടൊപ്പം ഡോക്ടർ സജിമോൻ ആന്റണി തന്നെ നേരിട്ട് ചേരുന്നുണ്ട്. എന്താണ് അവിടുത്തെ ഒരു ഫീൽ ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം? അവർക്ക് കിട്ടുന്ന പ്രതീക്ഷകൾ എന്താണ്, അല്ലെങ്കിൽ അവരുടെ ആശങ്കകൾ എന്താണ് എന്നൊക്കെയുള്ളത് അമേരിക്കയിൽ നിന്ന് തന്നെ നമ്മളോട് നേരിട്ട് സംസാരിക്കാൻ ഡോക്ടർ സജിമോൻ ആന്റണി ചേരുന്നുണ്ട്. ഗുഡ് മോർണിംഗ്. ഇന്നലെ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഇന്ന് നമ്മൾ സംസാരിക്കുമ്പോഴേക്ക് ഇക്കാര്യങ്ങളിലൊക്കെ ഒരു ചിത്രം തെളിയുമെന്നതായിരുന്നു. അതുപോലെ തന്നെ സൗഹൃദം അവിടെ നിൽക്കുമ്പോൾ പോലും എന്താണോ അമേരിക്ക മുന്നോട്ട് വയ്ക്കാൻ ഇത്തവണ ഉദ്ദേശിച്ചിട്ടുള്ളത് അക്കാര്യങ്ങളിൽ ഒരു ഇഞ്ച് പുറകോട്ട് പോവില്ലെന്ന് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നു. ഒരു സൈഡിൽ മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈനും ഒരു സൈഡിൽ മേക്ക് ഇന്ത്യ ഗ്രേറ്റ് അഗൈനും രണ്ടുപേരും കൂടെ നിൽക്കുമ്പോൾ രണ്ട് ഭാഗത്തും വലിയ വിട്ടുവീഴ്ചകളില്ല, പക്ഷെ സൗഹൃദം തുടരും. ഇതാണോ ഇതിന്റെ ഒരു രത്ന ചുരുക്കം ഡോക്ടർ സജിമോൻ? തീർച്ചയായിട്ടും ഞാൻ അതിനോട് ഏറെക്കുറെ യോജിക്കുകയാണ്. ഇന്ന് ഞങ്ങൾ എല്ലാവരും വളരെയധികം ആകാംക്ഷയോടെ നോക്കിയിരിക്കുകയായിരുന്നു. നിങ്ങൾ ഓരോരുത്തരും നോക്കിയിരുന്ന പോണക്ക് തന്നെ എന്താണ് ഈ ഒരു സംഭാഷണത്തിൽ അതിന്റെ ഔട്ട്കം എന്താണ് വരാൻ പോകുന്നത് എന്നുള്ളത്. ഇവിടെ പ്രധാനപ്പെട്ട ഒരു പോയിന്റുകൾ തുടക്കം എന്ന് പറയുന്നത് ആസ് യൂഷ്വൽ പ്രൈം മിനിസ്റ്റർ മോദി പറഞ്ഞത് മൈ ഫ്രണ്ട് എന്നുള്ള രീതിയിലാണ് അഭിസംബോധന ചെയ്തത്. എന്നാൽ ഡൊണാൾഡ് ട്രംപ് മൈ ഫ്രണ്ട് ആൻഡ് മൈ സ്പെഷ്യൽ പേഴ്സൺ എന്നാണ് അഭിസംബോധന ചെയ്തത്. അങ്ങനെ തുടങ്ങിയ ആ ജോയിന്റ് കോൺഫറൻസ് വളരെയധികം എല്ലാ ടോപ്പിക്കുകളും ടച്ച് ചെയ്തു എന്ന് വേണം പറയാനായിട്ട്. എന്നാൽ രണ്ട് മൂന്ന് കാര്യങ്ങൾ എനിക്ക് ഇൻഡിപെൻഡന്റ്ലി പറയാനുണ്ട്. ഇവിടുന്ന് പ്രൈം മിനിസ്റ്റർ മോദി ഹിന്ദിയിലായിരുന്നു സംസാരിച്ചത്. അതിൽ കുഴപ്പങ്ങളൊന്നുമില്ല, ട്രാൻസ്ലേറ്റ് ചെയ്തായിരുന്നു വന്നിരുന്നത്. ട്രംപ് ക്വസ്റ്റ്യൻ ആൻസർ വന്നപ്പം കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നപ്പം ട്രംപ് ആയിരുന്നു തന്നെ കൂടുതൽ ഹാൻഡിൽ ചെയ്തത്. പ്രൈം മിനിസ്റ്റർ മോദി മേ ബി ഒഴിവാക്കിയായിരുന്നോ അതോ ഡിഫിക്കൽട്ട് എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ അതിലും കൂടുതൽ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്തത് മുഴുവൻ ഡൊണാൾഡ് ട്രംപ് ആയിരുന്നു. ഈ പറഞ്ഞ കാര്യങ്ങളിൽ അവർ പറഞ്ഞ കാര്യങ്ങൾ അടിയവരായിട്ട് പറയുകയാണെങ്കിൽ രണ്ട് രാജ്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്ട് ചെയ്യുന്നു. ട്രംപ് പറഞ്ഞു ഇന്ത്യ ഈസ് ഓൾഡസ്റ്റ് ആൻഡ് ലാർജസ്റ്റ് ഡെമോക്രസി, ഞാൻ അതിനെ റെസ്പെക്ട് ചെയ്യുന്നു. ട്രംപ് പറഞ്ഞു മിലിറ്ററി ഡീലുകളും ഇൻക്ലൂഡിംഗ് F-35 അമേരിക്ക ഇന്ത്യക്ക് കൊടുക്കുന്നതിനെ പറ്റി അപ്പൊ ആ കരാറായ കാര്യം പറഞ്ഞു, വിച്ച് ഇസ് എ ഗുഡ്, നല്ലൊരു കാര്യമാണ് ഇന്ത്യയെ സംബന്ധിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ട്രംപ് ക്വാഡിനെ പ്രൈസ് ചെയ്തു. പിന്നെയുള്ളൊരു ബ്രേക്കിംഗ് ന്യൂസ് എന്ന് പറയുന്നത് മുംബൈ ടെററിസ്റ്റിനെ 2006 എനിക്ക് തോന്നുന്നു, കറക്റ്റ് മീ ഇഫ് ഐ ആം റോങ്, മുംബൈ ടെററിസ്റ്റ് ആക്രമണം വന്ന 1-2 ടെററിസ്റ്റ് അമേരിക്കയിൽ ഒറിജിൻ ഉണ്ടായിരുന്നു. അവരെ എക്സ്ട്രഡിറ്റ് ചെയ്യാനുള്ള മിസ്റ്റർ റാണെ ഉൾപ്പെടെയുള്ള ആൾക്കാരെ എക്സ്ട്രഡിറ്റ് ചെയ്യാനുള്ള ആ ട്രീറ്റിൽ ഒപ്പുവെച്ചു. അതൊരു നല്ല കാര്യമാണ്. പിന്നെയുള്ളത് ട്രംപ് പറഞ്ഞത് ട്രേഡ് മോദിയെ നിർത്തിക്കൊണ്ട് തന്നെ പറഞ്ഞതാണ് ഇന്ത്യയും അമേരിക്കയുമായിട്ട് ട്രേഡ് ഡെഫിഷ്യൻസ് ഉണ്ട്, ഏകദേശം 100 ബില്യന്റെ ട്രേഡ് ഡെഫിഷ്യൻസ് ഉണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതോടൊപ്പം വളരെ വോക്കലായിട്ട് തന്നെ അദ്ദേഹം പറഞ്ഞു ഇന്ത്യ വളരെ ഡിഫിക്കൽട്ടാണ് ഇന്ത്യയുമായിട്ട് ബിസിനസ് ഡീൽ ചെയ്യാനായിട്ട് എന്ന് പറഞ്ഞു. അതൊരു കോംപ്ലിമെന്റ് ആയിട്ട് വേണം ഇന്ത്യക്ക് എടുക്കാം. ഏതായാലും ഔട്ട്കം എന്ന് പറയുന്നത് താരിഫിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല. ഇന്ത്യ എങ്ങനെയാണോ ഇങ്ങോട്ട് താരിഫ് തരുന്നത് അതേ നാണയത്തിലായിരിക്കും ഇന്ത്യക്കും തിരിച്ചു കൊടുക്കുന്നത് എന്നുള്ള കാര്യം കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞു. പിന്നെയുള്ളത് ഇതാണ് പറഞ്ഞത്, എനിക്ക് ഒരു നെഗോഷിയേഷൻ അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഒരു വിജയം എന്ന് പറയുന്നത് ടാരിഫിന്റെ ഈ ഇഷ്യൂത്തിനെ അണ്ടർകട്ട് ചെയ്യാനായിട്ട് അമേരിക്കയിൽ നിന്നും കൂടുതൽ ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് വാങ്ങാം എന്നുള്ള കരാറിൽ ഒപ്പ് വന്നിട്ടുണ്ട്. പിന്നെയുള്ളത് ഒരു എടുത്തു പറയേണ്ട ഒരു കാര്യം, ഒരു അണ്ടർഗ്രൗണ്ട് സീ കേബിള്, അതായത് ഇന്ത്യയും യൂറോപ്പിനെയും അതോടൊപ്പം അമേരിക്കയും കൂടെ ബന്ധിപ്പിക്കുന്ന ആ ഒരു പുതിയ ചാനലിന്റെ കാര്യം പറഞ്ഞു. അതൊരു വലിയ കാര്യമാണ്. അപ്പൊ അങ്ങനെയുള്ള ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു ട്രംപിന്റെ ഭാഷണത്തിൽ വന്നത്. എന്നാൽ പ്രൈം മിനിസ്റ്റർ മോദിയുടെ കാര്യത്തിൽ അദ്ദേഹം മൈ ഡിയർ ഫ്രണ്ട് എന്ന് പറഞ്ഞു തുടങ്ങി. ഐ ഫീൽ ദ സെയിം എന്തൂസിയാസം ആൻഡ് എനർജി. 2016 20 ആ ഒരു കാലഘട്ടത്തിൽ ട്രംപുമായിട്ട് എങ്ങനെ ഡീൽ ചെയ്തോ ആ ഒരു സെയിം എന്തൂസിയാസവും എനർജിയും ഒക്കെ ട്രംപിന് ഇപ്പോൾ ഉണ്ടെന്ന് പറഞ്ഞു. എനിക്കും ആ എനർജിയും എന്തൂസിയാസവും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു അദ്ദേഹം. US-ന്റെയും ഇന്ത്യയുടെയും പാർട്ണർഷിപ്പ് ഒരു പുതിയ വേൾഡിലേക്ക്, ഒരു നല്ല ലോകത്തിലേക്ക് ദിശയാണ് തരുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. അതോടൊപ്പം ട്രംപ് ഒരു സൈഡിൽ നിന്ന് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ, മാഗ എന്നുള്ളതിനെ എംഫസൈസ് ചെയ്തപ്പം മോദി അതേ സൈഡിൽ നിന്ന് തന്നെ മീഗ, മേക്ക് ഇന്ത്യ ഗ്രേറ്റ് അഗെയിൻ എന്ന് പറഞ്ഞു. മേ ബി
മാഗായും മീഗായും ഒരുമിച്ച് യോജിക്കുകയാണെങ്കിൽ അതായിരിക്കും ഒരു ബെറ്റർ വേൾഡ് എന്നുള്ള രീതിയിൽ ആംഗിളിൽ പ്രൈം മിനിസ്റ്റർ മോദി അതിനെ സംസാരിച്ചു. ഏകദേശം ടാർഗറ്റ് എന്ന് പറയുന്നത് 500 ബില്യൺ ട്രേഡ് ആണ് നമ്മൾ ഇന്ത്യയും അമേരിക്കയുമായിട്ടുള്ള ട്രേഡ് ഒരു എയിം ചെയ്യുന്നത് 2020 ആകുമ്പോഴത്തേക്കും. ഇപ്പോഴത് എനിക്ക് അറിയാൻ കഴിയുന്നത് 150-160 ബില്യൺ ആണ് ഇപ്പം നിൽക്കുന്നത്. അപ്പൊ അതിനെ ഏകദേശം അംബീഷ്യസ് ആയിട്ടുള്ള ഒരു 500 ബില്യണിലേക്ക് കൊണ്ടുപോകണം എന്നുള്ളതായിരുന്നു. അതാണ് അതിനുള്ള ഒരു ധാരണയായി എന്നുള്ളതാണ് പ്രൈം മിനിസ്റ്റർ മോദി പറഞ്ഞത്. അതോടൊപ്പം പ്രൈം മിനിസ്റ്റർ മോദി പറഞ്ഞു ഓട്ടോണമസ് ഡിഫൻസ് കോർപ്പറേഷൻ, സെമി കണ്ടക്ടർ ആൻഡ് ബയോടെക്നോളജി തുടങ്ങിയ മേഖലകളിൽ ഇന്ത്യയും അമേരിക്കയുമായിട്ട് കൂടുതൽ യോജിക്കാനായിട്ടും കരാറുകൾ ഒപ്പുവെക്കാനായിട്ടും ഉഭയകക്ഷി ബന്ധം കൂടുതൽ വ്യാപിപ്പിക്കാനുമായിട്ട് തീരുമാനിച്ചു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ജേർണലിസ്റ്റ് ട്രംപിനോട് ചോദിച്ച ആദ്യത്തെ ക്വസ്റ്റ്യൻസുകളൊക്കെ നമുക്ക് മനസ്സിലായി. അത് കാരണം കുറെ കൂടെ ഈസിയുള്ള ട്രംപിനെ അപ്പീസ് ചെയ്യുന്ന സ്റ്റൈലിലായിരുന്നു ചോദ്യങ്ങൾ ചോദിച്ചത്. പ്രൈം മിനിസ്റ്റർ മോദിക്ക് വന്ന ക്വസ്റ്റ്യൻസ് മോദി അഡ്രസ്സ് ചെയ്തു എന്ന് ചോദിച്ചാൽ അഡ്രസ്സ് ചെയ്തു. എന്നാൽ എനിക്ക് അറിയാൻ കഴിയുന്നത്, അല്ലെങ്കിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, ഇന്ത്യയിൽ സാധാരണ ഇങ്ങനത്തെ പ്രസ് കോൺഫറൻസ് വരുമ്പോൾ പ്രൈം മിനിസ്റ്ററുമായിട്ടുള്ള ഒരു ഡയറക്റ്റ് സംവദിക്കാനുള്ള ഒരു ചാൻസുകൾ അവിടുത്തെ ജേർണലിസ്റ്റ് കിട്ടുന്നുണ്ട് എനിക്ക് അറിയില്ല. പക്ഷെ അമേരിക്കയുടെ സിറ്റുവേഷനിൽ ഇവിടെ പ്രസിഡന്റ്, പ്രൈം മിനിസ്റ്റർ അല്ലെങ്കിൽ എത്ര വലിയ ആളാണെങ്കിലും അവരോട് ഡയറക്റ്റ് ഇന്ററാക്ട് ചെയ്യാനുള്ള ജേർണലിസ്റ്റിന്റെ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പൊ ആ ഒരു ഓപ്പർച്യൂണിറ്റി ഇവിടെ ഉണ്ടായിരുന്നു. ആ ഓപ്പർച്യൂണിറ്റിയിൽ 2 മേജർ കാര്യവും, ടാരിഫിന്റെ കാര്യവും വന്നു, അത് വന്നു. രണ്ടാമത്തേത് ഇവിടുത്തെ ഇല്ലീഗൽ ഇമിഗ്രേഷന്റെ കാര്യവും വന്നു. ഇല്ലീഗൽ ഇമിഗ്രേഷന്റെ കാര്യം വന്നപ്പോൾ പ്രൈം മിനിസ്റ്റർ മോദിയുടെ റെസ്പോൺസ് എന്ന് പറയുന്നത് ഹി ഡസൻ സപ്പോർട്ട് ഇല്ലീഗൽ ഇമിഗ്രേഷൻ. ഇല്ലീഗൽ ഇമിഗ്രേഷൻ അമേരിക്കയുടെ മാത്രമല്ല, അത് ലോകമാകമാനമുള്ള ഒരു പ്രശ്നമാണ്, അതിനെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള ആൻസറിൽ അദ്ദേഹം ഒതുക്കി. നമുക്ക് മനസ്സിലാവും. കാരണം ഇന്ത്യയിൽ നിന്ന് വരുന്ന ഇന്ത്യയിൽ നിന്നല്ല ഏത് രാജ്യത്തിനാണെങ്കിലും ഇല്ലീഗൽ ഇമിഗ്രേഷൻ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. അത് ഇവിടെ ഇരുന്ന് സംസാരിച്ചാലും അവിടെ ഇരുന്ന് സംസാരിച്ചാലും രണ്ടും ഒരുപോലെ ആയിരിക്കും. അപ്പൊ ആ ഒരു വിഷമഘട്ടം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഉള്ളത് ഈ ഹ്യൂമൻ ട്രാഫിക്കിന്റെ കാര്യം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് ഹ്യൂമൻ ട്രാഫിക് കാരണമാണ് ഈ ഒരു ലീഗൽ ഇമിഗ്രേഷൻ വരുന്നത്. മേ ബി അമേരിക്കയും ഇന്ത്യയും കൂടെ ഒരു ജോയിന്റ് വെഞ്ചർ അല്ലെങ്കിൽ ഇഫക്റ്റീവ്ലി ആ ഹ്യൂമൻ ട്രാഫിക്കിനെ ടാക്കിൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇല്ലീഗൽ ഇമിഗ്രേഷൻ ഒരു പരിധിവരെ കടിഞ്ഞാണിടാൻ പറ്റും എന്നുള്ള ഒരു കമന്റും അദ്ദേഹം ചെയ്തു. അതോടൊപ്പം പറയേണ്ടത്, ഇത് പ്രൈം മിനിസ്റ്റർ മോദി ഡൊണാൾഡ് ട്രംപുമായിട്ട് കൂടിക്കാഴ്ച നടത്തുന്നത് ഇന്ന് 4 മണിക്കാണ്. ഇന്ന് 6 മണിക്ക് ഈസ്റ്റേൺ ടൈം 6 PM അദ്ദേഹം അവർ ജോയിന്റ് പ്രസ് കോൺഫറൻസ് നടത്തിയത്. അതിനു മുമ്പ് ഇന്നലെ ഡൊണാൾഡ് ട്രംപ് പ്രൈം മിനിസ്റ്റർ മോദി വന്നപ്പം ആദ്യം കണ്ടത് തുളസി ഗബാർഡാണ്, ഇന്ത്യൻ ഒറിജിൻ, അമേരിക്കൻ പൊളിറ്റീഷ്യൻ, ഡെമോക്രാറ്റ് ടേൺഡ് റിപ്പബ്ലിക്കൻ പൊളിറ്റീഷ്യൻ. തുളസി ഗബാർഡാണ് ഇപ്പോഴത്തെ ഇവിടുത്തെ ഇന്റലിജൻസ് ഡയറക്ടർ. അതിനുശേഷം ഇന്ന് കാലത്തെ ഇലോൺ മസ്കിന്റെ ഫാമിലിയുമായിട്ട് കൂടിക്കാഴ്ച നടത്തി. അറിയാൻ കഴിഞ്ഞത് ഇലോൺ മസ്കിന്റെ കംപ്ലീറ്റ് ഫാമിലി, ഭാര്യയും പിള്ളേരും അടക്കം പ്രൈം മിനിസ്റ്റർ മോദിയെ കണ്ടു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഡോക്ടർ സജിമോൻ, അതിപ്പോ വലിയൊരു വിവാദമാവുന്നുണ്ടല്ലോ ഡോക്ടർ സജിമോൻ. ഈ ഇലോൺ മസ്ക് കുട്ടികളെയും കൊണ്ടുവരുന്നു, വാൻസ് കുട്ടികളെയും കൊണ്ടുവരുന്നു, ഓവൽ ഹൗസിൽ മുഴുവൻ കുട്ടികളാണ് എന്നതൊരു വിമർശനമായി, വളരെ സീരിയസ് ആയി നടക്കേണ്ട ഡിസ്കഷൻസിൽ ഈ കുട്ടികളുടെ പ്രസൻസിനെ പറ്റി ഒരു വിമർശനവും. അതേസമയം അത് ഒരു പക്ഷേ അമേരിക്ക ഇപ്പോൾ മുന്നോട്ട് വെക്കുന്ന മറ്റെല്ലാറ്റിനും അപ്പുറത്ത് ഫാമിലി അല്ലെങ്കിൽ മെയിൽ ഓർ ഫീമെയിൽ മാത്രം മതി എന്നുള്ള തരത്തിലുള്ള ആ ആംഗിളിനൊക്കെ ചേർന്ന് നിൽക്കുന്ന തരത്തിലൊരു മെസ്സേജ് കൂടിയാവാം. ഇത് എങ്ങനെയാണ് അവിടുത്തെ മാധ്യമങ്ങളിലൊക്കെ ചർച്ചയാവുന്നത്? മാധ്യമങ്ങൾ ആക്ച്വലി അതിനെ കളിയാക്കിക്കൊണ്ടാണ് സംസാരിക്കുന്നത്, ഇപ്പം ഓണസ്റ്റ്ലി പറയുകയാണെങ്കിൽ. കാരണം അമേരിക്കയിൽ അങ്ങനെ ഒരു കൾച്ചർ ഇല്ല. ഫാമിലി ഈസ് ഫാമിലി, ബിസിനസ് ഈസ് ബിസിനസ്. ആ ഒരു പ്രൊഫഷണലിസം എപ്പോഴും കീപ്പ് ചെയ്യാറുണ്ടായിരുന്നു. എന്നാൽ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഇലോൺ മസ്കിനെ പോലെയുള്ള ആൾക്കാർ വരുമ്പോഴത്തേക്കും അവരൊക്കെ ഒരു ചേഞ്ച് ഏജന്റുകളാണ്. അപ്പൊ അവര് നമ്മളെ പോലെ ടൈം സൂട്ട് വിട്ടോ അല്ലെങ്കിൽ വേറെ രീതിയിലല്ല അവർ അപ്രോച്ച് ചെയ്യുന്നത്. അവരുടെ അപ്രോച്ച് ഡിഫറെന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇന്നലത്തെ വൈറ്റ് ഹൗസ് മീറ്റിംഗിൽ ഇലോൺ മസ്കിന്റെ മീറ്റിംഗ് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. ഇലോൺ മസ്കിന്റെ 5 വയസ്സുള്ള കൊച്ച് മസ്കിന്റെ തോളെ കയറിയിരിക്കുമായിരുന്നു, തോളിലായിരുന്നു, ഇടയ്ക്ക് എളിയിൽ വെച്ചോണ്ടിരുന്നു. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിത്രങ്ങളൊക്കെ കണ്ടു. അതിനെ എന്തുമാത്രം പ്രൊഫഷണലി അപ്രീഷിയേറ്റ് ചെയ്യാമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. എന്നാലും ഒരു ഫാമിലിയുടെ കോൺസെപ്റ്റ്, ആ ഒരു മെസ്സേജ് വെളിയിലേക്ക് വിടുക എന്നുള്ളതായിരിക്കാം അതിന്റെ PR വർക്കിന്റെ ഉദ്ദേശം എന്ന് എനിക്ക് മനസ്സിലാവുന്നു. ഏതായാലും പ്രൈം മിനിസ്റ്റർ മോദി മസ്കും ഫാമിലിയുമായിട്ടുള്ള ആ ഒരു കൂടിക്കാഴ്ച വളരെയധികം എൻജോയ് ചെയ്തു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. റിപ്പോർട്ടേഴ്സ് ഈ ക്വസ്റ്റ്യൻ സ്പെസിഫിക്കലി ചോദിച്ചാലും മസ്കുമായിട്ട് സംസാരിച്ചപ്പം എന്തെങ്കിലും ബിസിനസിന്റെ സ്പെസിഫിക്സ് സംസാരിച്ചോ എന്ന് ചോദിച്ചപ്പം ആ ചോദ്യത്തിൽ നിന്ന് പ്രൈം മിനിസ്റ്റർ മോദി ഒഴിഞ്ഞു മാറി. അതിനൊരു ഡയറക്റ്റ് ആൻസർ പറഞ്ഞില്ല. എന്നാൽ എനിക്ക് അറിയാൻ കഴിഞ്ഞത് ഇവിടെയുള്ള കാര്യങ്ങൾ, അത് ഇവിടെ അമേരിക്കൻ മീഡിയയിലും വലിയൊരു ചർച്ചയായിരുന്നു. പ്രൈം മിനിസ്റ്റർ മോദി മസ്കുമായുള്ള കൂടിക്കാഴ്ചയില്ലാത്ത ബിസിനസ് കോൺഫ്ലിക്റ്റ് മസ്കിനുണ്ടോ എന്നുള്ള കാര്യത്തിൽ വലിയൊരു ചർച്ച ഇവിടെ ഇപ്പൊ നടക്കുന്നുണ്ട്. അതോടൊപ്പം യുക്രൈൻ റഷ്യയുടെ കാര്യവും ഇവിടെ മാധ്യമങ്ങളിലെ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണ് ഈ ഒരു സമയങ്ങളിൽ. കമ്മിങ് ബാക്ക് ടു ഇന്ത്യ പോളിസി,
പോളിസി നമ്മൾക്ക് അറിയേണ്ടിയിരുന്നത് രണ്ടു വലിയ കാര്യമായിരുന്നു. ടാരിഫിനെ നമ്മൾ എങ്ങനെ കൗണ്ടർ ചെയ്യും, അതോടൊപ്പം തന്നെ ഇമിഗ്രേഷൻ പോളിസി എങ്ങനെ കൗണ്ടർ ചെയ്യും. ആ രണ്ട് കാര്യത്തിനകത്ത് ടാരിഫിന്റെ കാര്യത്തിൽ വേറൊരു കമന്റും കൂടെ വന്നത് ആ സമയത്ത് വന്നത് ഇതാണ്. ഇന്ന് 4 മണിക്ക് പ്രൈം മിനിസ്റ്റർ മോദിയുമായിട്ടുള്ള മീറ്റിംഗ് ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ 3 മണി ഈസ്റ്റേൺ ടൈമിൽ ഡൊണാൾഡ് ട്രംപ് ഈ ടാരിഫിന്റെ കാര്യങ്ങൾ വളരെയധികം വ്യക്തത നൽകിയിരുന്നു. സത്യത്തിൽ കുറച്ച് ടെൻഷൻ ഉണ്ടാക്കിയിരുന്നു. ഈ കൂടിക്കാഴ്ചയ്ക്ക് മുന്നോടിയായി എന്തുകൊണ്ടാണ് റെസിപ്രോക്കൽ ടാരിഫിന്റെ കാര്യം ഇങ്ങനെ എടുത്തു പറയുന്നത്? ആ ഒരു പ്രഖ്യാപനം വന്ന ടൈമിംഗ് സത്യത്തിൽ കുറച്ചൊരു ടെൻഷൻ ക്രിയേറ്റ് ചെയ്തിരുന്നു അല്ലേ? അതെ, തീർച്ചയായും. എന്നാൽ അമേരിക്കൻ മീഡിയ ഇവിടെ നിന്ന് ഉദ്ധരിക്കുന്നത് അതിനെ എങ്ങനെയാണ്, കുരയ്ക്കുന്ന പട്ടി കടിക്കുകയില്ല എന്നുള്ള ഒരു ക്യാപ്ഷനാണ് അവരിട്ടിരിക്കുന്നത്. കാരണം ഇന്ന് ട്രംപ് ടാരിഫ് ഡിക്ലെയർ ചെയ്തു എങ്കിൽ പോലും അത് ഇമ്മീഡിയറ്റ് ഇഫക്റ്റ് അല്ല. ഏപ്രിൽ 1 വരെ അതിന് സമയമുണ്ട്. ആ ഏപ്രിൽ 1 വരെ അമേരിക്ക, ഇന്ത്യയും മാത്രമല്ല ബ്രസീൽ പോലെയുള്ള അല്ലെങ്കിൽ അർജന്റീന പോലെ അല്ലെങ്കിൽ ചൈന പോലെയുള്ള മറ്റുള്ള ഓരോ രാജ്യങ്ങളുമായിട്ട് ഇൻഡിവിജ്വലി ഈ ഒരു കാര്യങ്ങൾ നെഗോഷിയേറ്റ് ചെയ്തിട്ട് കേസ് ബൈ കേസ് അതിനെ ഡീൽ ചെയ്യും എന്നായിരുന്നു 3 മണിക്കുള്ള റിപ്പോർട്ട്. 6 മണിക്ക് അദ്ദേഹം പ്രൈം മിനിസ്റ്റർ മോദിയോടൊപ്പം ന്യൂസ് റിപ്പോർട്ടേഴ്സിനെ കണ്ടപ്പം ഉള്ളൊരു പ്രതീക്ഷ അദ്ദേഹം അല്പം മയപ്പെടുത്തി സംസാരിക്കുമെന്നായിരുന്നു. എന്നാൽ ആ ഒരു മയം ആ ഒരു സബ്ജക്റ്റിൽ കണ്ടില്ല. എന്നാൽ അവർ പറഞ്ഞു, ഞങ്ങൾ രണ്ടുപേരും ഫ്രണ്ടാണ്, ഞങ്ങൾ തമ്മിൽ ഒരു സ്പെഷ്യൽ ബോണ്ടിങ് ഉണ്ട്. 2020 തൊട്ട് അല്ലെങ്കിൽ 2016 തൊട്ട് നല്ലൊരു റിലേഷൻ കീപ്പ് ചെയ്തിരുന്നു. അതൊക്കെ പറഞ്ഞു. പ്രൈം മിനിസ്റ്റർ മോദി ഇരുകൈയും നീട്ടി 1.4 ബില്യൺ ഇന്ത്യൻ ജനത താങ്കളെ ഡൊണാൾഡ് ട്രംപിനെ ഇന്ത്യയിലേക്ക് സ്വാഗതം ചെയ്യുന്നു എന്നും പറഞ്ഞു. അങ്ങനെ ഫ്രണ്ട്ഷിപ്പ് അവർ സെലിബ്രേറ്റ് ചെയ്തു. അത് ലോകമാധ്യമങ്ങളൊക്കെ അത് ആകാംക്ഷയോടെ നോക്കുകയായിരുന്നു. രണ്ട് ഫ്രണ്ട്സ് തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ ബിസിനസ് എന്താവും എന്നത്. ഫ്രണ്ട്ഷിപ്പ് വേറെ, ബിസിനസ് വേറെ എന്നതാണ്. നേരത്തെ അമേരിക്കയുടെ കാര്യം പറഞ്ഞപ്പോൾ ഫാമിലി വേറെ, ബിസിനസ് വേറെ എന്ന് പറഞ്ഞതുപോലെ മസ്കിൻ്റെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മോദിയും ട്രംപ് കൂടിക്കാഴ്ചയിൽ ഉയർന്നു വരുന്ന ഒറ്റക്കാര്യം ഇതാണ്: ബിസിനസ് വേറെ, സൗഹൃദം വേറെ. നമ്മൾ മറ്റ് വാർത്തകളിലേക്ക് വളരെ പെട്ടെന്ന് മടങ്ങിയെത്തും. അതിനു മുൻപ് നമുക്ക് നല്ല വാക്ക് കേൾക്കാം. നമസ്കാരം, എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി രാവിലെയിലേക്ക് സ്വാഗതം. വളരെ നിർണായകമായ ഒരു കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ലോകം ആകാംക്ഷയോടെ ഉറ്റുനോക്കിയ പ്രഖ്യാപനങ്ങൾക്ക് ശേഷമാണ് നമ്മൾ ഈ വാർത്ത ആരംഭിക്കുന്നത്. അത് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര ബന്ധങ്ങളിൽ എന്ത് മാറ്റം വരുമെന്നതാണ്. 2ാം ടേമിൽ ഡൊണാൾഡ് ട്രംപ് എടുക്കുന്ന നിലപാടുകൾ എങ്ങനെയൊക്കെ ആയിരിക്കും ഇന്ത്യയെ ബാധിക്കുക എന്നതായിരുന്നു ഏറ്റവും ആകാംക്ഷയുള്ള കാര്യം. ആ വിഷയത്തിൽ ചില പ്രഖ്യാപനങ്ങൾ വന്നു കഴിഞ്ഞു. കൂടുതൽ വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. എങ്കിൽ പോലും സൗഹൃദത്തിനപ്പുറം അമേരിക്ക എന്ത് നിലപാടിലാണോ ഇത്തവണ ട്രംപ് ഉറച്ചു നിൽക്കുന്നത്, ആ കാര്യങ്ങളിൽ ഉറച്ചു തന്നെ നിൽക്കും എന്നൊരു സൂചന ഈ വാർത്താ സമ്മേളനത്തിന് ശേഷം കിട്ടുന്നുണ്ട്. ഇത് അതിനപ്പുറത്ത് എന്തൊക്കെയാണ് ഇന്നത്തെ പ്രധാന വാർത്തകളിൽ നിന്ന് നോക്കാം. തലക്കെട്ടുകളിലേക്ക്. സുപ്രധാന പ്രഖ്യാപനങ്ങളുമായി നരേന്ദ്രമോദി ഡൊണാൾഡ് ട്രംപ് കൂടിക്കാഴ്ച. ഇന്ത്യ അമേരിക്ക ബന്ധം ശക്തിപ്പെടുത്തും. നികുതി തീരുമാനങ്ങളിൽ ഇളവ് നൽകാതെ ട്രംപ്. F-35 വിമാനങ്ങൾ ഇന്ത്യക്ക് നൽകും. മുംബൈ ഭീകരാക്രമണ സൂത്രധാരൻ തഹാവൂർ റാണയെ ഇന്ത്യക്ക് കൈമാറാനും ധാരണ. ഇടഞ്ഞ ആന 3 പേരുടെ ജീവൻ എടുത്തതിന്റെ നടുക്കം മാറാതെ കൊയിലാണ്ടി. പോസ്റ്റ്മോർട്ടം രാവിലെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ. ആന ഇടയാൻ കാരണം പടക്കം പൊട്ടുന്ന ശബ്ദമെന്ന പ്രാഥമിക നിഗമനം. നാട്ടാന പരിപാലന ചട്ടത്തിൽ ലംഘനമുണ്ടായോ എന്നും പരിശോധിക്കും. ചികിത്സയിലുള്ളത് 12 പേർ. ബ്രൂവറി വിവാദത്തിനിടെ സർക്കാരിന്റെ പുതിയ മദ്യനയമുടൻ. നടപ്പ് വർഷം നയം ഉണ്ടാവില്ല. ഡ്രൈ ഡേ ഒഴിവാക്കുന്നതുൾപ്പെടെ പരമാവധി ഇളവുകൾ വേണമെന്ന് എക്സൈസ് വകുപ്പ്. 19-നുള്ള LDF യോഗത്തിൽ കരട് അവതരിപ്പിക്കും. ബ്രൂവറി വിഷയത്തിൽ CPM-ന് ഇന്ന് പരീക്ഷണ ദിവസം. ഏലപ്പുള്ളി പഞ്ചായത്തിലെ അവിശ്വാസ പ്രമേയ ചർച്ചയിൽ കോൺഗ്രസും BJP-യും പങ്കെടുക്കില്ല. പ്രമേയ അവതരണ അനുമതിക്ക് വേണ്ടത് 12 പേരുടെ പിന്തുണ. CPM-നുള്ളത് 8 പേർ മാത്രം. കയർ ബോർഡ് ഉദ്യോഗസ്ഥ ജോളി മധുവിന്റെ മരണത്തിൽ കേന്ദ്ര സംഘത്തിന് അന്വേഷണം തുടരുന്നു. കുടുംബത്തിന്റെ മൊഴി ഇന്ന് രേഖപ്പെടുത്തും. മരണകാരണം മേലുദ്യോഗസ്ഥരുടെ മാനസിക സമ്മർദ്ദം തന്നെയെന്ന നിലപാടിൽ ഉറച്ച കുടുംബം.
അതിരപ്പള്ളിയിൽ മുറിവേറ്റ ആനയ്ക്കുള്ള ചികിത്സ നൽകാൻ ദൌത്യം ഇന്ന് തുടങ്ങും. ആനയെ നിരീക്ഷിച്ച് ഡോക്ടർ അരുൺ സഖറിയും സംഘവും. ആനയ്ക്കായി കോടനാട്ട് പ്രത്യേക ആനക്കൊട്ടിൽ സജ്ജീകരിക്കും. കോഴിക്കോട് കൊയിലാണ്ടി മണക്കുളങ്ങര ക്ഷേത്രോത്സവത്തിനിടെ ആനയിടഞ്ഞുണ്ടായ അപകടത്തിൽ മരിച്ച 3 പേരുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് പോസ്റ്റ്മോർട്ടം. ആനയിടയാൻ കാരണം പടക്കം പൊട്ടുന്ന ശബ്ദം കേട്ടെന്നാണ് പ്രാഥമിക നിഗമനം. നാട്ടാന പരിപാലന ചട്ടം ലംഘിച്ചോ എന്ന് DFO ഇന്ന് കൺസർവേറ്റർക്ക് റിപ്പോർട്ട് നൽകും. പരിക്കേറ്റ 12 പേർ ചികിത്സയിലാണ്. കൊയിലാണ്ടി നഗരസഭയിലെ 9 ഡിവിഷനുകളിൽ ഇന്ന് ഹർത്താലാണ്. കൊയിലാണ്ടിയിൽ നിന്ന് MS അനീഷ് കുമാറും CV അനുമോദും വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അനീഷ്, ഇന്നലെ ഒരു ഉത്സവാന്തരീക്ഷം ഉണ്ടായിരുന്ന സ്ഥലത്താണ് ഇന്ന് ശ്മശാന മൂകത അല്ലെങ്കിൽ ഇത്ര വലിയൊരു ദുരന്തത്തിന് സാക്ഷിയാവേണ്ടി വന്നതിൻ്റെ ഞെട്ടൽ അത്ര പെട്ടെന്ന് ആ നാട്ടുകാർക്ക് മാറുമെന്ന് തോന്നുന്നില്ല. ഇന്നലത്തെ അപകടത്തിന് ശേഷമുള്ള അവിടുത്തെ അവസ്ഥ എന്താണിപ്പോൾ? ശ്രീജ, അങ്ങേയറ്റം വേദന ഉള്ള ഒരു സാഹചര്യം തന്നെയാണ്. കാരണം നൂറുകണക്കിന് ആളുകൾ തടിച്ചുകൂടുന്ന പ്രാദേശികമായി ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിലെ ഉത്സവമാണ് ഇത്രയധികം ഒരു ദുരന്തത്തിലേക്ക് കലാശിക്കുന്ന സാഹചര്യമുണ്ടായത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ആ ക്ഷേത്രത്തിന്റെ ഒരു മേൽ നടപ്പന്തൽ ഭാഗത്താണ്. ഇവിടെ 2 ക്ഷേത്രങ്ങളാണ്. അതായത് ക്ഷേത്രത്തിന്റെ 2 ഇടങ്ങളുണ്ട്. അവിടെ ഒന്ന് ഭരദേവതയും മറ്റൊന്നും ഭഗവതിയുമാണ്. ഇതിൽ ഭരദേവതയുടെയും ഭഗവതിയുടെയും തിടമ്പുകൾ ഏറ്റുന്നതിനുള്ള ചടങ്ങുകൾ നടക്കുന്ന സമയത്താണ് ആനകൾ എറിഞ്ഞത്. ഒരു തിടമ്പ് ഏറ്റുന്ന ഇടത്ത് പീതാംബരൻ എന്ന ആനയും മറ്റൊരിടത്ത് ഗൂഗുൽ എന്ന ആനയുമായിരുന്നു ഉണ്ടായിരുന്നത്. നമ്മൾ ഈ നിൽക്കുന്ന ഏതാണ്ട് ഭാഗത്ത് തന്നെയായിരുന്നു ഈ 2 ആനകളും നിൽക്കുന്നത്. ആനകൾ നിലയുറപ്പിച്ചപ്പോഴാണ് ഈ കതിനായിട്ട് ശബ്ദം, ഈ വെടിക്കെട്ടിന്റെ ശബ്ദം കേട്ടത്. ആ ശബ്ദം കേട്ട ഉടനെ പീതാംബരൻ എന്ന ആന പെട്ടെന്ന് പ്രകോപിതനാവുകയും തൊട്ടടുത്ത് നിന്ന ഗൂഗുൽ എന്ന ആനയെ കുത്തുകയുമായിരുന്നു. ഈ കുത്തിന്റെ ഒരു ആഘാതത്തിൽ ആണ് പിന്നീട് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. നമുക്കിപ്പം നാട്ടുകാർ ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു സംഭവം? ഇത് ഉത്സവത്തിന്റെ വരവിന് എന്താ പറയാ, ശിവക്ഷേത്രത്തിലേക്ക് ആഘോഷവരവ് പോകുമ്പോൾ അവിടുന്ന് താലപ്പൊലി തിരിച്ചു വരേണ്ടതാണ്. അപ്പോൾ ഇവിടുന്ന് തിടമ്പെഴുന്നള്ളിച്ച് ഇങ്ങനെ വന്ന് ഈ സൈഡിൽ നിന്ന് വളയുന്ന സമയത്താണ് പുറത്തുനിന്ന് വെടിക്കെട്ടുണ്ടായതും മുന്നിലുള്ള ആന ബേക്കോട്ട് തിരിഞ്ഞതും മറ്റേ ആനേന്റെ മുകളിൽ കുത്തി. അപ്പോൾ ആ 2 ആനയും കൂടി ഇവിടുന്ന് തിരിച്ചു പോകാൻ പറ്റാണ്ട് ഇവിടുന്ന് തിരിഞ്ഞപ്പം നേരെ ആൾക്കാരുടെ അടുത്തേക്ക് പോയി. ആ ചുമരെല്ലാം തട്ടി ചുമരിടിഞ്ഞ് വീണു. അങ്ങനെയൊക്കെയാണ് ആൾക്കാർക്ക് മരണം സംഭവിച്ചത്. അത് കുറച്ച് പഴക്കമുണ്ട് ബിൽഡിംഗ്. അതെ അങ്ങനെ രീതിയിലാണ്. അപ്പോൾ ഒരുപാട് ഈ ഭാഗത്തുണ്ടായിരുന്നു. ഇവിടെ ആൾക്കാർ ഇരിക്കുകയായിരുന്നു. പ്രായ ആൾക്കാരെല്ലാം കസാലയിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പോൾ അവർക്ക് അധികം ഓടാനും രക്ഷപ്പെടാനൊന്നും പറ്റാത്ത ഒരു ഇതിലായിരുന്നു. പിന്നെ അത് ആന ഇവിടെ വന്നപ്പോൾ പിന്നെ സ്പേസ് ഇല്ല, പിന്നെ അങ്ങോട്ടും പോകാനുള്ള. അപ്പോൾ അവിടെ ആൾക്കാരുടെ മേത്തേക്കാണ് പിന്നെ ആന പോയത്. അപ്പോൾ ആന 2 തിരിയുന്ന ആ ഒരു ഇതിൽ ഫുള്ള് തിരിഞ്ഞു വന്നപ്പം പിന്നെ ആനയായിട്ടൊന്നും ചെയ്തിട്ടില്ല. ആന അതിന്റെ രക്ഷപ്പെടുക എന്നുള്ള ഉദ്ദേശത്തിലായിരുന്നു, പേടിച്ചിട്ടായിരിക്കും. അപ്പൊ ആന ഒന്ന് തിരിഞ്ഞു, മറ്റേനെ ഇടിച്ചു, പിന്നെ മറ്റേതും തിരിഞ്ഞു. അപ്പൊ 2 കൂടി പിന്നെ അത് ഓടി പുറത്തേക്ക് പോയി. പോകുന്ന വഴിക്ക് ആരും ഒന്നും ചെയ്തില്ല. ഈ ഒരു സ്പേസിൽ ഇവിടെ നിന്നപ്പം സംഭവിച്ച കാര്യങ്ങളാണ് മെയിനായിട്ട്. ഏരിയ എന്ന് പറഞ്ഞാൽ ഇത് 2 ആന നിൽക്കുമ്പോഴത്തേക്ക് കവറായി. പിന്നെ ഇതിന്റെ ഉള്ളിൽ കൂടെ തന്നെ പോകണല്ലോ. അപ്പൊ ആനയ്ക്ക് ഇങ്ങോട്ട് തിരിച്ചു പോകാൻ പറ്റാത്തൊരവസ്ഥയായതുകൊണ്ട് പിന്നെ ആൾക്കാർക്കും അതിന്റെ ഉള്ളിൽ ജാമായ ആൾക്കാരെല്ലാം അതിന്റെ ഉള്ളിൽ കൂടി. ആളുകൾ ഒരുപാട് ഉണ്ടായിരുന്നു ഇവിടെ, അതോ ആ ഭാഗത്തായിരുന്നു? മോശമില്ലാണ്ട് ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ വരവ് പോകുന്നുണ്ട്. കുറെ ആൾക്കാർ ആ ഭാഗത്താണ് വരവ് കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് അതുവഴിയാണ് ഇറങ്ങി പോവുക. അപ്പൊ അത് കാണാൻ വേണ്ടി ആ സൈഡിലായിരുന്നു. അങ്ങോട്ട് ഓടിയിരുന്നെങ്കിൽ കൂടുതൽ പ്രശ്നം ഉണ്ടാകുമായിരുന്നു. ആന നേരെ റോഡിലേക്ക് ഇറങ്ങി പോയതുകൊണ്ട് വലിയ കുഴപ്പമില്ലാണ്ട് ഈ ഒരാൾക്കാർ സംഭവിച്ചല്ലാണ്ട് വേറെ ആരെയും ഒന്നും പറ്റിയില്ല. കൂടുതൽ ആളുകൾക്ക് ഈ കെട്ടിടം വീണും അങ്ങനെയുള്ള ഈ തെക്ക് നിരക്കിനിടയ്ക്ക് കെട്ടിടം വീണിട്ടും പിന്നെ ആന കുറച്ചൊന്ന് അങ്ങോട്ട് പോയിട്ടുണ്ട്. ആൾക്കാരുടെ അടുത്തേക്ക് ആന പോയിട്ടുണ്ട്. കാരണം തിരിയാൻ വേണ്ടിയിട്ട് ആനയ്ക്ക് 2 ഒരേ സ്ഥലത്തായി പോയി. അപ്പോൾ അത് മറ്റേ ആന ബാക്കിലുള്ള ആനയ്ക്ക് തിരിയാനും മുന്നിലുള്ള ആനയ്ക്ക് ഓടാനും കൂടെയുള്ള സ്പേസ് ഇല്ലാത്തൊരു പ്രശ്നം കൊണ്ടാണ് ഇതിവിടെ സംഭവിച്ചത്. ഇതിനു മുമ്പ് ഇവിടെ ഇങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല? ഇല്ല, ഇതുവരെ ഒന്നും സംഭവിച്ചില്ല. ആദ്യമായിട്ടാണ് സംഭവിച്ചത്. ശ്രീജിതാണ് നമ്മൾ ഈ കാണുന്ന ഈ ചെറിയ സ്ഥലത്താണ് 2 ആനകളും ഒരേ സമയം തെക്കി നിൽക്കുന്നത്. അതിന്റെ തൊട്ട് പിന്നിലാക്കി കാണുന്നതാണ് ഒരു പഴയ ഓഫീസ് കെട്ടിടമുള്ളത്. ആ കെട്ടിടം ഇടിഞ്ഞ് പൂർണ്ണമായും താഴേക്ക് വീഴുകയായിരുന്നു ആ ഭാഗം. അതിന്റെ മുൻവശത്ത് ഇരുന്ന ആളുകളാണ് കൂടുതലായും അപകടത്തിൽപ്പെട്ടത്. ഒപ്പം ആ ഭാഗത്ത് നിന്നിരുന്ന ചില ആളുകൾക്ക് പരിക്ക് പറ്റുകയും ചെയ്തു. ഈ തദ്ദേശവാസികൾ ഈ സംഭവ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന ആളുകൾ പറയുന്നതനുസരിച്ച് ആന ആരെയും ആക്രമിക്കുകയുണ്ടായിട്ടില്ല. ആനകൾ 2 ഇടഞ്ഞ് മുന്നോട്ട് പോയപ്പോൾ
പരസ്പരം കൊമ്പ് കോർത്ത് പോയപ്പോൾ ഈ കെട്ടിടം ഇടിഞ്ഞതാണ് അപകടത്തിന്റെ ഒരു തോത് കൂട്ടിയത്. അതിനുശേഷം അവ മുൻവശത്തൂടെ കടന്നു പോവുകയായിരുന്നു. ഒരുപക്ഷെ ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ ദുരന്തത്തിന്റെ വ്യാപ്തി കുറയാനൊരു കാരണം കൂടുതൽ ആളുകൾ എഴുന്നള്ളത്ത് വന്ന സമയത്ത് മറുവശത്തുള്ള ഒരു ഗ്രൗണ്ട് ഉണ്ട്. ആ മേഖലയാണ്, അവിടെയാണ് കലാപരിപാടികളും മറ്റുമൊക്കെ നടക്കുന്നത്. ആ മേഖലയിൽ കൂടുതൽ കേന്ദ്രീകരിച്ചത് കൊണ്ടാണ് ഒരുപക്ഷെ ആ അപകടത്തിന്റെ തോത് 3 മരണത്തിൽ ഒതുങ്ങിയത്. കൂടുതൽ ആളുകൾ, ഒരുപാട് ജനങ്ങൾ തിങ്ങി നിറഞ്ഞ ഒരു സ്ഥലമാണ്. ഒരു വലിയ ദുരന്തത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങേണ്ടത് ഒഴിവായത് അതുകൊണ്ടുകൂടിയാണ്. എന്തായാലും നാട്ടാന പരിപാലന ചട്ടം ലംഘിച്ചു എന്നടക്കമുള്ള പരിശോധനകൾ ജില്ലാ ഭരണകൂടത്തിന്റെയും ഒപ്പം ഫോറസ്റ്റിന്റെയും ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. വനംവകുപ്പ് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ വിശദമായ റിപ്പോർട്ട് കൺസർവേറ്റർക്ക് നൽകും. ആനകളെ എഴുന്നള്ളിക്കുന്നതിനുള്ള അനുമതി നേടിയിരുന്നു. ഉത്സവത്തിനുള്ള അനുമതിയൊക്കെ കൃത്യമായി നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് നൽകിയത്. പക്ഷേ പെട്ടെന്ന് ഈ പടക്കം പൊട്ടിയത് ഒരാനയ്ക്ക് പ്രകോപനമായി മാറുകയും അതാണ് പിന്നീട് ഇത്തരമൊരു അപകടത്തിലേക്ക് നയിച്ചതെന്നുമുള്ള ഒരു നിഗമനത്തിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. അപകടമുണ്ടായ ഉടൻ തന്നെ ആളുകളെ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിലേക്കും മറ്റ് സ്വകാര്യ ആശുപത്രിയിലേക്കും ഒക്കെ മാറ്റിയിരുന്നു. അതിൽ ഗുരുതരാവസ്ഥയിലുള്ള ആളുകളെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ 12 പേർ ചികിത്സയിലുണ്ട്. അവിടുത്തെ 3 മൃതദേഹങ്ങൾ ഇതിനകം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചിട്ടുമുണ്ട്. അവിടെ പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ അല്പസമയം കഴിയുമ്പോൾ ആരംഭിക്കും. അതിനുള്ള തയ്യാറെടുപ്പുകളും പൂർത്തിയായിട്ടുണ്ട്. എന്തായാലും ഇനി അടുത്ത ഘട്ടം ഈ അപകടത്തിൽ പരിക്ക് പറ്റിയവർക്കൊക്കെ ചികിത്സയും മറ്റുമൊക്കെ നൽകിയിരിക്കുന്നു. ഇനി എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്, അപകടവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും നിയമലംഘനങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നീ കാര്യങ്ങളൊക്കെ വളരെ വിശദമായ ഒരു പരിശോധനയ്ക്ക് വിധേയമാക്കാം. നേരത്തെ ഈ ആനപ്പാപ്പാന്മാരടക്കമുള്ളവർ മൊഴി നൽകിയിരുന്നു. അവരൊക്കെ നൽകിയതും ഈ കതിനയുടെ ശബ്ദം കേട്ട്, അല്ലെങ്കിൽ ഈ ഗുണ്ട് ഇതിനൊപ്പം ഉണ്ടായിരുന്നു. ഇതിന്റെ ശബ്ദം കേട്ടാണ് ആന പ്രകോപിതരായത്. ആദ്യ ആന പ്രകോപിതനായതോടുകൂടി തന്നെ ഒപ്പമുണ്ടായിരുന്ന രണ്ടാമത്തെ ആനയും പ്രകോപിതനാവുകയും ആ 2 ആനകളുടെ ഒരു കൊമ്പുകോർക്കൽ നടന്നപ്പോൾ സമീപത്തെ കെട്ടിടം തകർന്നു വീഴുകയും ആ കെട്ടിടത്തിന്റെ ഉള്ളിൽപ്പെട്ട്, അല്ലെങ്കിൽ ആ കെട്ടിടത്തിന്റെ മുൻവശത്തൊക്കെ പെട്ട് ഈ വിശ്വാസികളായ ആളുകൾക്ക് മരണം സംഭവിക്കുകയും ചെയ്തു എന്നാണ്. എന്തായാലും വലിയ പഴക്കമുള്ള ഒരു ക്ഷേത്രമാണിത്. ഒരുപാട് വിശ്വാസികൾ എത്തുന്ന, 2 കരയിൽ നിന്നുള്ള എഴുന്നള്ളത്തുകൾ എത്തുന്ന ഒരു സമയത്താണ് ഈ അപകടം ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നത്. ശ്രീജ, ശരി. അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. കൊയിലാണ്ടിയിൽ നിന്ന് ഇനി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് CV അനുമോദ് കൂടി ചേരുന്നുണ്ട്. അനുമോദ്, 3 പേരുടെ മൃതദേഹങ്ങളാണ് അവിടെയുള്ളത്. ഇന്ന് പോസ്റ്റ്മോർട്ടം നടക്കുമെന്ന് അറിയുന്നു. ഈ ആശുപത്രിയിൽ ചികിത്സയിലുള്ള മറ്റുള്ളവരുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണ്? എപ്പോഴായിരിക്കും പോസ്റ്റ്മോർട്ടം നടപടികൾ? ശ്രീജ, ഞാനുള്ളത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മോർച്ചറിക്ക് മുൻപിലാണ്. 3 പേരുടെ മൃതദേഹങ്ങൾ നേരത്തെ ശ്രീജ സൂചിപ്പിച്ചതുപോലെ ഇവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത്. അമ്മുക്കുട്ടി, ലീല, രാജൻ എന്നിവരുടെ മൃതദേഹങ്ങൾ ആണ് ഇവിടെ ഉള്ളത്. രാവിലെ 8 മണിയോടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കുമെന്നാണ് അറിഞ്ഞിട്ടുള്ളത്. ഏറെ വൈകാതെ തന്നെ നടപടികൾ പൂർത്തീകരിച്ച് മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കാനുള്ള നടപടികളാണ് ഇവിടെ പുരോഗമിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ പോസ്റ്റ്മോർട്ടത്തിൻ്റെ വിശദാംശങ്ങൾ, അതിൽ ആന കുത്തിയിട്ടല്ല അല്ലെങ്കിൽ ആനയുടെ ആക്രമണത്തിലല്ല മരണം എന്ന് പറയുമ്പോഴും അതിലൊരു സ്ഥിരീകരണം ലഭ്യമാകണമെങ്കിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ ആ ഒരു സമയത്ത് കെട്ടിടം ഇടിഞ്ഞു വീണ് അതിൻ്റെ അവശിഷ്ടങ്ങൾ പെടുകയോ അല്ലെങ്കിൽ ആളുകളുടെ ചവിട്ട് കൊള്ളുകയോ എന്താണ് ഇവരുടെ മരണത്തിലേക്ക് നയിച്ചത് എന്നുള്ള കാര്യത്തിൽ കുറേ കൂടി ഒരു സ്ഥിരീകരണം ലഭ്യമാകണമെങ്കിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിക്കേണ്ടതുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്കൊരു 10 മണിയോടെ അറിയാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 12 പേരാണ് ചികിത്സയിലുള്ളത്. അതിൽ 2 പേരുടെ നില, അതിൽ അവർക്ക് സാരമായ പരിക്കുകളുണ്ട്. എല്ലൊടിഞ്ഞതും അങ്ങനെയുള്ള സാരമായ പരിക്കുകളുണ്ട് എന്നാണ് അറിയുന്നത്. മറ്റുള്ളവരുടെ പരിക്ക് ഗുരുതരമല്ല. അത് വലിയ ആശങ്കയുണ്ടാക്കുന്ന സാഹചര്യമല്ല എന്നാണ് നമുക്ക് അറിയാനാകുന്നത്. 2 പേർ സ്വകാര്യ ആശുപത്രിയിലും ചികിത്സയിലുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ഇവിടേക്ക് ആളുകളൊക്കെ എത്തി തുടങ്ങുന്നതേ ഉള്ളൂ. എന്താണെങ്കിലും വലിയ ഒരു ദുരന്തം, കൊയിലാണ്ടിയെ നടുക്കിയ വലിയൊരു ദുരന്തത്തിൻ്റെ ദുരന്തത്തിൻ്റെ വിശദാംശങ്ങൾ, എങ്ങനെയാണ് ആ മരണം സംഭവിച്ചത് എന്നുള്ള കാര്യങ്ങളിലേക്കൊക്കെ കൃത്യമായ വിവരങ്ങൾ ലഭ്യമാകണമെങ്കിൽ ഇതിൻ്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ച് അതിൻ്റെ വിവരങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. 8 മണിയോടെ തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ശ്രീജ, CV അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. ഇന്നലെയാണ് നാടിനെ മുഴുവൻ നടുക്കിയ ദുരന്തമുണ്ടായത്. ഇനി നമ്മൾ
പരിഷ്കൃത സമൂഹം എന്ന നിലയിൽ ആലോചിക്കേണ്ടത് ഇത്തരം അപകടങ്ങൾ ഉണ്ടാവുന്ന സാഹചര്യത്തിൽ നിന്ന് എങ്ങനെ മാറി നിൽക്കാം എന്നതാണ്. നമ്മൾ നാട്ടാന എന്നൊക്കെ പേരിട്ട് വിളിക്കുന്നുണ്ടെങ്കിലും അതൊരു വന്യജീവി തന്നെയാണ്. അതിനെ മെരുക്കിയെടുത്ത് നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് കൊണ്ടു നടക്കുന്നു എന്നേ ഉള്ളൂ. അപ്പോഴും പ്രതികൂല സാഹചര്യങ്ങളിൽ എങ്ങനെ ആനകൾ പെരുമാറുമെന്നത് മുൻകൂട്ടി അറിയാനുള്ള യാതൊരു സംവിധാനവും മനുഷ്യരെന്ന നിലയ്ക്ക് ഈ ജീവികളെ കൊണ്ട് നടക്കുന്ന നമുക്കില്ല എന്നത് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു വസ്തുതയാണ്. ഈ സീസണിൽ അനുമോദിന് ഒരുപക്ഷെ ആ ഭാഗത്തുള്ളൊരു ആളെന്ന നിലയ്ക്ക്, ഇത് ഫോളോ ചെയ്യുന്ന ആളെന്ന നിലയ്ക്ക് അനുമോദിനും കൂടി അറിയാൻ പറ്റുമായിരിക്കും. അനുമോദി, ഈ കഴിഞ്ഞ ഉത്സവ സീസൺ ഇപ്പോൾ തുടങ്ങിയത് മുതൽ മിക്കവാറും ഇടങ്ങളിൽ ആന ഇടയുന്നു എന്നത് തന്നെയല്ലേ അവസ്ഥ? ഇതിന് ചൂടാണോ അല്ലെങ്കിൽ ആൾക്കൂട്ടത്തിൻ്റെ ബഹളമാണോ, എന്താണ് കാരണമെന്ന് നമുക്ക് കൃത്യമായി പറയാൻ കഴിയില്ലെങ്കിലും ആ ഒരു പ്രവണത ഇത്തവണ കൂടുതൽ കാണുന്നില്ലേ? ശ്രീജ, വളരെ കൃത്യമായൊരു നിരീക്ഷണമാണത്. ഇപ്പോൾ കുംഭമാസം തുടങ്ങിയിട്ടേ ഉള്ളൂ. പക്ഷേ അതിനു മുൻപ് തന്നെ ഡിസംബർ അവസാനം മുതൽ തന്നെ ക്ഷേത്രങ്ങളിൽ ഉത്സവങ്ങൾ, പ്രത്യേകിച്ച് തൈപ്പൂയങ്ങളും അതുപോലെ കുടുംബക്ഷേത്രങ്ങളുടെ ഉത്സവങ്ങളൊക്കെ ആരംഭിക്കും. കുംഭമാസം മുതലാണ് സാധാരണ ക്ഷേത്രോത്സവങ്ങൾ, അതായത് വലിയ അമ്പലങ്ങളിലും ചെറിയ കാവുകളിലുമൊക്കെ ആഘോഷമായി തുടങ്ങുന്നത്. അതിനു മുൻപ് തന്നെ ഡിസംബർ അവസാനം മുതൽ തന്നെ ഈ ചെറിയ ചെറിയ ആഘോഷങ്ങൾ തുടങ്ങുമ്പോൾ തന്നെ ഇത്തവണ ആന ഇടയുന്ന വാർത്തകൾ നമ്മളെ ഓരോ ദിവസവും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് തെക്ക് മുതൽ വടക്ക് വരെ പല ഭാഗങ്ങളായിട്ട് ഉണ്ടാകുന്നുമുണ്ട്. ഏറ്റവും അവസാനത്തേതാണ് ഇന്നലെ കൊയിലാണ്ടിയിലുണ്ടായത്. തൃശ്ശൂരും പാലക്കാടും മലപ്പുറത്തും ഒക്കെ കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ ആന ഇടയാത്ത ദിവസങ്ങളില്ല എന്ന് തന്നെ വേണം പറയാൻ. ഇതിൻ്റെ 2-3 കാര്യങ്ങൾ പ്രധാനമായിട്ടുള്ളത് ചൂട് വല്ലാതെ കൂടുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. കാരണം രാവിലെ അല്പം തണുപ്പും അതിനുശേഷം താപനില 36-37 ഡിഗ്രിയിലേക്ക് ഉയരുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനൊക്കെ അപ്പുറത്ത് ഈ ആനകളെ കൂടുതലായിട്ട് രംഗത്തിറക്കി അവരുടെ ഓരോ കമ്മിറ്റിയുടെയും പൊങ്ങച്ചം കാണിക്കുവാനും അല്ലെങ്കിൽ അവരുടെ അഭിമാന പ്രശ്നമായിട്ട് ഇതിനെയൊക്കെ എടുത്ത് കൂടുതൽ ആനകളെ ഇറക്കി ഒരു മത്സര ബുദ്ധിയോടെ ഇതിനെ കൊഴുപ്പിക്കുവാനും ഒക്കെയുള്ള വാശിയേറിയ നടപടികൾ ഓരോ കമ്മിറ്റിക്കാരുടെ ഭാഗത്തുനിന്നുണ്ടാവുന്നുണ്ട്. ഇതൊക്കെ ഈ സ്ഥലപരിമിതിയും അതിൻ്റെ മറ്റ് വിഷയങ്ങളും ഒക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു ആനയെ എഴുന്നള്ളിക്കുന്നതിന് ഹൈക്കോടതി നിർദ്ദേശിച്ച മാനദണ്ഡങ്ങൾ പാലിക്കാൻ കഴിയാതെ അതിനെതിരെ സുപ്രീം കോടതിയുടെ അടുത്ത് പോയിട്ട് അതിന് സ്റ്റേ വാങ്ങിച്ച ആഘോഷ കമ്മിറ്റിക്കാരുള്ള നാടാണ് നമ്മുടേത്. അപ്പോൾ അവരെ സംബന്ധിച്ച് ഈ സുരക്ഷിതമായ അകലത്തിൽ സുരക്ഷിതമായ രീതിയിൽ പൂരം നടത്തുകയും ആഘോഷം നടത്തുകയും എന്നുള്ളത് ആചാരങ്ങളുടെയും അല്ലെങ്കിൽ അവർ കാലങ്ങളായിട്ട് അനുവർത്തിച്ചു വരുന്നതിൻ്റെയും ഒരു ലംഘനമാകുമെന്ന് കണ്ട് അതിൻ്റെ സുരക്ഷയേക്കാൾ കൂടുതൽ ആഘോഷങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ചൂട് കൂടുന്ന സാഹചര്യം, പിന്നെ ഈ ആനകളുടെ അവരുടെ മതമിളങ്ങുന്ന കാലത്ത് പോലും അവയെ ചങ്ങലക്കിട്ട് അവയ്ക്ക് ഭക്ഷണം കൊടുക്കാതെ മതപ്പാട് തീരുന്നതിന് മുമ്പ് എഴുന്നള്ളിക്കുന്നതിൻ്റെ ഒരു സാഹചര്യമുണ്ട്. ഒരു പടക്കം പൊട്ടിയാൽ പോലും, ഒരു ചെറിയ പടക്കം പൊട്ടിയാൽ പോലും ആനകൾ പേടിക്കുന്ന തരത്തിലുള്ളതാണ് ആനകൾ. അവിടെയാണ് ഈ കമ്പക്കെട്ടിൻ്റെ അടുത്തൊക്കെ ആനകളെ കൊണ്ട് ചങ്ങലക്കിട്ട് നിർത്തുന്നത്. സ്വാഭാവികമായിട്ടും ഏതൊരു ഘട്ടത്തിൽ എപ്പോഴും എന്ത് സംഭവിക്കാവുന്ന അവസ്ഥയാണ്. മിനിഞ്ഞാന്ന് പെരിന്തൽമണ്ണയിൽ ഒരു ആന ഇടഞ്ഞൊരു കുളത്തിലേക്ക് വീഴുകയായിരുന്നു. ഭാഗ്യവശാൽ അവിടെ വലിയ അപകടം സംഭവിച്ചില്ല. അതൊരു സൗണ്ട് ബോക്സിലെ ശബ്ദം കേട്ടിട്ടാണ്. അതായത് സൗണ്ട് ബോക്സിൽ നിന്ന് ഉയർന്ന ശബ്ദം കേട്ടപ്പോൾ അത് പേടിച്ചു കൊടുക്കുകയായിരുന്നു. അത്തരത്തിൽ എപ്പോൾ വേണമെങ്കിലും ഈ ആനകളുടെ ഭാഗത്തുനിന്നും എങ്ങനെയുള്ള ഒരു പ്രകോപനമോ എങ്ങനെയുള്ള പ്രതികരണമോ ഉണ്ടാകും. കാരണം അതിൻ്റെ ജനിതകമായ ശൈലിയിൽ ഈ ഇത്തരത്തിലുള്ള പൂരങ്ങളോ ഉത്സവങ്ങളോ വെടിക്കെട്ടുകളൊന്നും പറഞ്ഞിട്ടുള്ളതല്ല. അത് കാട്ടിൽ ജീവിക്കുന്നൊരു ജീവിയാണ്. അതിനെ കുഴിയിൽ വീഴ്ത്തിയിട്ട് കുത്തിയും മുറിവേൽപ്പിച്ചും പൊള്ളിച്ചും ചട്ടം പഠിപ്പിച്ച് മെരുക്കിയെടുക്കുകയാണ്. അപ്പോൾ അത്തരത്തിൽ മെരുക്കിയെടുത്ത് ഭയം കൊണ്ട് മനുഷ്യൻ്റെ നിർദ്ദേശങ്ങളെ അനുസരിക്കുന്ന ഒരു ജീവി എപ്പോൾ വേണമെങ്കിലും അതിൻ്റെ യഥാർത്ഥ സ്വഭാവത്തിലേക്ക് എത്താം, എപ്പോൾ വേണമെങ്കിലും അത് പ്രകോപനത്തിൽ ഉണ്ടാകാം. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കി ഇതിന് കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം. ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ ഒരു പക്ഷേ അത് പലരും പല തരത്തിലായിരിക്കും ഇതിനോട് വിമർശനമായിട്ട് ഉന്നയിക്കുക. പക്ഷേ ആളുകളുടെ ജീവൻ എന്നുള്ളത് വലിയൊരു ഘടകം തന്നെയാണ്. കാട്ടാന ആക്രമണത്തെ പറ്റിയൊക്കെ ഒരുപാട് പറയുന്നുണ്ട് അനുമോദ്. പക്ഷെ നമുക്ക് നാട്ടാനയുടെ ആക്രമണത്തെ പറ്റി പറയുമ്പോൾ അല്പം ആചാരവും മതവും വിശ്വാസവും അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ആശങ്ക വരുന്നതുകൊണ്ടായിരിക്കും നമ്മൾ ആ കാര്യത്തിൽ കുറച്ച് അല്പം ഒന്ന് പിടിച്ച് സംസാരിക്കുന്നത്. മാധ്യമങ്ങളായാൽ പോലും അങ്ങനെയാണ്. അനീഷ്, ഈ മണക്കുളങ്ങര ഈ ക്ഷേത്രത്തിൻ്റെ അവസ്ഥ ഇപ്പോൾ അനുമോദ് പറഞ്ഞതുപോലെ അവിടുത്തെ സ്ഥലപരിമിതി അല്ലെങ്കിൽ ഈ വെടിക്കെട്ടിനുള്ള അല്ലെങ്കിൽ വെടിപൊട്ടുന്ന സ്ഥലവും ആന നിൽക്കുന്ന സ്ഥലവും തമ്മിൽ അധികം ദൂരമില്ലാത്തത്, അങ്ങനെയുള്ള ഘടകങ്ങൾ എത്ര
എത്ര കണ്ട് ഈ അപകടത്തിന് കാരണമായിട്ടുണ്ട്? ഇത്രയേറെ ആളുകൾ വരുന്നൊരു സ്ഥലം, ആനയ്ക്ക് നിൽക്കാൻ അതിന് മാത്രം സ്ഥലമുണ്ടോ അവിടെ? ഇതൊക്കെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്നലത്തെ അപകടത്തെ പറ്റി നാട്ടുകാർ, അല്ലെങ്കിൽ ഇപ്പോൾ അവിടെ നാട്ടുകാരെയൊക്കെ കാണാൻ കഴിയുന്നുണ്ട്, അവരൊക്കെ പറയുന്നത് എന്താണ്? നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. ഈ വെടിക്കെട്ട് നടന്ന അല്ലെങ്കിൽ കതിന് പൊട്ടിച്ച സ്ഥലം ഒത്തിരി ദൂരെയാണ്? അല്ലല്ല, ഇവിടെ അടുത്ത സ്ഥലം. വളരെ ടെറിബിൾ സൗണ്ട് ആയിരുന്നു, ഭയങ്കര ടെറിബിൾ ആയിട്ട്. അപ്പോൾ അതായിരിക്കണം പിന്നെ ആനേനെ വരെ തെറിക്കോ എന്തോ ചെയ്തതെന്ന് സംശയം ഞങ്ങൾക്ക് ദൃക്സാക്ഷികളായ ആൾക്കാർ പറയുന്നത്. ഞാൻ സംഭവം കണ്ടില്ല, എന്നാലും ഇവിടെ അടുത്താണ് വീട്. സംഭവം നേരിട്ട് ഞാൻ കണ്ടില്ല. വലിയ ശബ്ദമായിരുന്നു. ഭയങ്കര ശബ്ദം. അവസാനത്തെ അതിന്റെ ലാസ്റ്റ് ഇതെന്ന് പറഞ്ഞാൽ വെറും പടകല്ല, എന്തോ ഒരു ഗുണ്ട് എന്നാണ് പറയാ. അത്രയും ടെറിബിളായിട്ട് അതിനെ അടിച്ച് മൂന്നാളിൽ ഒരുമിച്ച് പൊട്ടിയ. ആനകൾ രണ്ടുമാണെങ്കിലും അപ്രതീക്ഷിതമായിട്ട് നിൽക്കുവാണല്ലോ ഈ ശബ്ദം. അതെ. പക്ഷെ ഈ ആന എന്ന് പറഞ്ഞാൽ ഒരാന മറ്റേ ആന കുത്തിയതാ. അത് ആ ബിൽഡിംഗ് പൊളിയാൻ കാരണതാ, അതിന്റെ മുകളിലേക്ക് ചാരിയിട്ട്. നിങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നോ ആ സമയത്ത്? എന്തിനാ വരവ് വരുന്നില്ല. വരവ് വന്നപ്പോൾ വെടിക്കെട്ട്, ചെറിയൊരു വെടിക്കെട്ട് പാവലപ്പടം പിടിച്ചാണ് കുട്ടി. ആന വിടുന്നത് മറ്റേ ആന കുത്തി, മറ്റേ ആന ഓടി. ആ വീട്ടിലെ വെള്ളം കെട്ടിടം വീഴുന്നത്. വലിയ ശബ്ദം. ചെറിയ സൗണ്ട്. നമ്മൾ ചെറിയ ഓലപ്പടം പിടിക്കുന്നില്ലേ, ആ സൗണ്ട്. തൊട്ടടുത്തല്ലേ ആ ട്രാൻസ്ഫോമർ ഇത് വെച്ചില്ലേ, വണ്ടി വെച്ചില്ലേ, ആ വണ്ടി വെച്ച് നേരെ അമ്പലത്തിന് നേരെ ബാക്കിൽ വരവ് വന്നെടുക്കുമ്പോൾ കുട്ടിക്കുന്ന പടമാണ്. രണ്ടെത്തി ഇവിടെ ഇടയിലെത്തി, രണ്ട് വരവ് ഇടയിലെത്തി. തളമ്പല്ല, അവര് താലപ്പൊലി കയറ്റാൻ വേണ്ടി തലപ്പേറ്റി കെടുക്കാൻ വേണ്ടി ആന പോവുകയാണ് ഇവിടുന്ന്. എന്നാണ് സംഭവിക്കുന്നത്. അല്ല, 6 ആന എനിക്ക് സംഭവിക്കണ്ടായിരുന്നു. ഇപ്പൊ 2 ആനയൊക്കെ ബാക്കി വന്നിട്ടുള്ളൂ. ഒരു പ്രശ്നമില്ല. ആനയൊന്ന് ഞെട്ടിക്കാണും അല്ലെ? അത് തന്നെ ആവണം കാരണമെന്നാണ് പറയുന്നത്. ഉണ്ടായിരുന്നു കേട്ടോ? ഇതാണ് ശ്രീജ. പെട്ടെന്ന് ഈ ആനകൾ രണ്ടും ആ ക്ഷേത്രത്തിന്റെ മുൻവശത്ത് നിൽക്കുന്നു, എതിരേൽപ്പിന് പോകാനായി തയ്യാറെടുത്ത് നിൽക്കുന്നു. ആ സമയത്ത് അപ്രതീക്ഷിതമായ ഒരു ശബ്ദം കേട്ടതാണ് ഒരു ആനയെ, ഈ പീതാംബരൻ എന്ന ആനയെ പെട്ടെന്ന് പ്രകോപിതനാക്കുകയും ആന തൊട്ട് പിന്നിലായി സമീപത്ത് തന്നെ നിലയുറപ്പിച്ചിരുന്ന ഈ ഗോകുൽ എന്ന ആനയെ കുത്തുന്നു. ഈ 2 ആനകളും പെട്ടെന്ന് ഒരു ആശയക്കുഴപ്പം ഉണ്ടാവുന്നു. ആനകൾ പരസ്പരം കൊമ്പ് കോർക്കുന്നു. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ വഴിക്കപ്പുറമാണ് ഈ ക്ഷേത്രമുള്ളത്. വളരെ പരിമിതമായ ഒരു സ്ഥല സൗകര്യമുള്ള, കാരണം നൂറുകണക്കിന് ആളുകളാണ് ഈ ക്ഷേത്രത്തിൽ വന്നിരുന്നത്. പക്ഷെ നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്തിനപ്പുറം ഒരു പാർക്കിംഗ് ഗ്രൗണ്ട് കാണാം. അവിടെ ഒരുപാട് ജനങ്ങൾ ആ സമയത്ത് തിങ്ങി നിൽക്കുന്ന കലാപരിപാടികളും മറ്റുമൊക്കെ നടക്കുന്നത് ആ ക്ഷേത്ര ഗ്രൗണ്ടിലാണ്. അവിടേക്ക് കൂടുതൽ ആളുകളുണ്ടായിരുന്നു. ഒരുപക്ഷെ ആന ഇടഞ്ഞ ശേഷം ആ വഴിയിലേക്ക് പോവാതിരുന്നത് ഒരുപക്ഷെ അത്തരമൊരു വലിയ അപകടത്തിനൊരു വ്യാപ്തി ഒരുപക്ഷെ കൂട്ടാതിരിക്കാൻ കാരണമായി എന്ന് നമുക്ക് കരുതാം. ഇത് ക്ഷേത്രത്തിന് നേരെ എതിർവശത്തുള്ള വഴിയാണ്. ഈ വഴിക്കപ്പുറമാണ് ആ ഗ്രൗണ്ടുള്ളത്. ഈ സമീപ പ്രദേശങ്ങളിലൊക്കെ നിരവധി വീടുകൾ സ്ഥിതി ചെയ്യുന്ന ഇടമാണ്. ആളുകളൊക്കെ ഒരു ഭയത്തിന്റെ ഒരു എല്ലാവർക്കും പെട്ടെന്ന് ഭയന്നു പോയ ഒരു സാഹചര്യമുണ്ട്. ഇത് ദൃക്സാക്ഷികളായ നിരവധി പേരുണ്ട്. മുൻപ് 6 ആനകളെയൊക്കെ എഴുന്നള്ളിച്ചിരുന്ന ഒരു കാലം ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തവണയൊക്കെ ഈ നാട്ടാന പരിപാലന ചട്ടമൊക്കെ ശക്തമായി നടപ്പിലാക്കണമെന്ന കോടതി ഉത്തരവുകളൊക്കെ ഉള്ള പശ്ചാത്തലത്തിൽ കർശനമായ നിബന്ധനകൾ പാലിച്ചാണ് ഈ എഴുന്നള്ളിപ്പുകളൊക്കെ നടക്കുന്നത്. നമ്മളിപ്പോൾ കാണുന്നത് വിശാലമായ ഒരു ഗ്രൗണ്ടാണ്. ആ ഗ്രൗണ്ടിലാണ് കലാപരിപാടികളും ഒപ്പം ഇന്നലെയുള്ള എഴുന്നള്ളത്തിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തത്. ഒപ്പം നമുക്ക് കാണാം, ഈ നേരത്തെ അനുമോദ് പറഞ്ഞതുമായി ചേർത്തൊക്കെ വായിക്കാൻ പറ്റുന്ന ചില കാര്യങ്ങളാണ്. ഇത് അകാലത്തിൽ പൊലിഞ്ഞുപോയ ഭാവി ഉയരക്കാരൻ വേണാട്ടുമറ്റം ശ്രീകുമാറിനും പ്രണാമം എന്ന കാട്ടുവയൽ ആനപ്രേമി സംഘത്തിന്റെ ഒരു ഫ്ലക്സ് ബോർഡാണ്. അതായത് ഒരു ആന, ചെരിഞ്ഞ ആനയ്ക്ക് ഈ ആദരവ് അർപ്പിച്ചുകൊണ്ടുള്ള ഒരു ഫ്ലക്സ് ബോർഡ്. അതിന്റെ തൊട്ട് സമീപത്ത് തന്നെ നമുക്ക് വീണ്ടും ഫ്ലക്സ് കാണാം. അതായത് ഈ സിനിമാ താരങ്ങളുടെയൊക്കെ പോലെ ഉയരത്തിൽ ഘടിപ്പിച്ചിരിക്കുന്ന വേറൊരു ഫ്ലക്സ് ബോർഡ് കാണാം. അതും ഈ കാട്ടുവയൽ ആനപ്രേമി സംഘത്തിന്റെയാണ്. ഇത്
വാട ബാലനാട അമ്പാടി ബാലൻ എന്നൊക്കെ പറഞ്ഞു. ഈ യുവരാജ രൗദ്ര സൂര്യൻ യുവരാജ രൗദ്ര സൂര്യൻ എന്ന പേരിൽ അമ്പാടി ബാലൻ എന്ന ആനയുടെ ഒരു പടുകൂറ്റൻ ഫ്ലെക്സ് കാണാം. അളവന്ന ആയുധം കൊണ്ട് എതിരെ വന്നവനെ നിലവന്ന വജ്രായുധം കൊണ്ട് ഏത് ഒമ്പനെയും കീഴടക്കാം. ഈ തരത്തിലൊക്കെയാണ് ഈ ആന സ്നേഹികൾ ഇത്തരം കാര്യങ്ങളെ, അതായത് ഈ സിനിമാ താരങ്ങൾക്കുള്ള ഒരു പ്രീതിയൊക്കെ പോലെ തന്നെ അത്തരം ഒരു മത്സരം നടക്കുന്നു. അതുകൊണ്ട് അമ്പല കമ്മിറ്റിക്കാരൊക്കെ ഏറ്റവും തലപ്പൊക്കമുള്ള ആനയെ പങ്കെടുപ്പിക്കുക എന്നതാണ് അവരുടെ ഓരോ വർഷത്തെയും ശ്രദ്ധ. ഏത് ദേശക്കാരാണ് കൂടുതൽ തലയെടുപ്പുള്ള കൊമ്പനെ അല്ലെങ്കിൽ കൂടുതൽ പേരും പെരുമയുമുള്ള കൊമ്പനെ കളത്തിലിറക്കുന്നത്, അവർക്ക് കൂടുതൽ പിരിവ് ലഭിക്കുന്നു, അവർക്ക് കൂടുതൽ ഭക്തജനങ്ങൾക്കിടയിൽ ഒരു അന്തസ്സ് ലഭിക്കുന്നു. ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെയാണ് പലപ്പോഴും ഈ അനാവശ്യമായ ആന മത്സരങ്ങളിലേക്ക് കാര്യങ്ങൾ നീക്കുന്നത്. നമ്മൾ ഇന്നലെ കണ്ട അപകടം നടന്ന ക്ഷേത്രത്തിന്റെ മീറ്ററുകൾ മാത്രം മാറി വെച്ചിരിക്കുന്ന ഫ്ലെക്സ് ബോർഡുകളാണ്. സിനിമാ താരങ്ങളുടെ ഫ്ലെക്സിനെ വെല്ലുന്ന ഉയരമുള്ള ഫ്ലെക്സ് ബോർഡുകൾ വെച്ചിരിക്കുന്നു. ഇത്തരം ആനപ്രേമികൾ തന്നെയാണ് പലപ്പോഴും അനാവശ്യ മത്സരങ്ങളിലേക്കും അഥവാ ഇനിയും ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉള്ള ആനകളെയൊക്കെ വീണ്ടും എഴുന്നള്ളിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്കുമൊക്കെ എത്താൻ ഈ ഭാരവാഹികളെ പ്രേരിപ്പിക്കുന്നത്. ഇത്തരം അന്ധമായ ആനസ്നേഹം തന്നെയാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള പല പ്രശ്നങ്ങൾക്ക് പിന്നിൽ ഉള്ളതും. ശ്രീജ. MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. നേരത്തെ പറഞ്ഞതുപോലെ ഇനി വലിയ സാംസ്കാരിക ബോധവും ബുദ്ധിയും ഒക്കെയുള്ള നമ്മൾ മനുഷ്യന്മാരാണ് ആലോചിക്കേണ്ടത്. ഈ വന്യമൃഗമായ ഒരു ആനയെ നേരത്തെ അനുമോദ് പറഞ്ഞതുപോലെ തന്നെ മെരുക്കിയെടുത്ത് കൂടെ കൊണ്ട് നടക്കുമ്പോൾ അതിന് പ്രകോപനം എപ്പോൾ വരുമെന്ന് നമുക്കറിയില്ല. അങ്ങനെ പ്രകോപിതരായാൽ ആ ആന എന്ത് ചെയ്യുമെന്നും നമുക്കറിയില്ല. അറിഞ്ഞുകൊണ്ട് വിളിച്ചു വരുത്തുന്ന ആപത്തിലേക്ക് നമ്മൾ ഇനിയും എത്ര ദൂരം പോകേണ്ടതുണ്ട്, എത്ര അടുത്ത് നമ്മൾ പോയി നിൽക്കേണ്ടതുണ്ട് ആ ആപത്തിൻ്റെ എന്നത് നമ്മളാണ് ആലോചിക്കേണ്ടത്. ആചാരപരമായ ചടങ്ങുകളൊക്കെ നടക്കട്ടെ, അപ്പോൾ പോലും ഇത് ആഘോഷമാക്കി മാറ്റുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ ജീവികളും കടുത്ത സമ്മർദ്ദത്തിലാണ് എന്നതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഇന്നലെയും സംഭവിച്ചത് അതാണ്. അപ്രതീക്ഷിതമായി കേട്ട ശബ്ദമാണ് ആന അവിടെ പരിഭ്രാന്തരാകാനും മറ്റൊരാനയെ കുത്താനും അതിനുശേഷമുണ്ടായ അപകടങ്ങൾക്കും ഒക്കെ കാരണമെന്ന് പറയുമ്പോൾ അറിഞ്ഞുകൊണ്ട് ഒഴിവാക്കാവുന്ന അപകടങ്ങളെ നമ്മൾ ഇനിയും എത്ര കാലം ആ അപകടങ്ങളുടെ അടുത്ത് തന്നെ പോയി നിൽക്കണം എന്ന് നമ്മൾ തന്നെ ചിന്തിക്കേണ്ട കാര്യമാണ്. മറ്റു വാർത്തകളിലേക്ക് മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം.